IFPHന്റെ തുടർന്ന് വരുന്ന മലയാളം വെബിനാറിന്റെ 1808 ദിവസമാണ് ഇന്ന്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്കൊരു ക്ലാസ് ആണ്. ക്ലാസ് എടുക്കുവാനായി നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് ഡോക്ടർ സാദത്ത് സേട്ടാണ്. ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാദത്ത് സേട്ട് ഡോക്ടർ നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ ഇതിനകം എടുത്തിട്ടുണ്ട്. വളരെ പ്രയോജനപ്രദമായ ക്ലാസ്സുകളാണ് ഡോക്ടറുടേത്. ഡോക്ടർ ആലുവ കൊച്ചിൻ സേഡ്സ് ഹോമിയോപ്പതി എന്ന ഹോമിയോപ്പതി സെന്റർ നടത്തി വരികയാണ്. സാറിന്റെ എല്ലാ പ്രാവശ്യത്തെയും പോലെ വളരെ നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഡോക്ടർ സാദത്ത് സേട്ടിനെ ഇന്നത്തെ സെഷനിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടറെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി ക്ലാസ് തുടങ്ങും. നന്ദി. സാദത്ത് ഡോക്ടർ കോഹോസ്റ്റ് ആക്കാം. കോഹോസ്റ്റ് ആണല്ലോ. ഡോക്ടറെ ഓക്കെ. നന്ദിയുണ്ട് ഡോക്ടർ ഷൈല ഡോക്ടർക്കും IFPHന്റെ ക്ലാസ്സിലും IFPHന്റെ ടീമിനും കുറെ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും മടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എല്ലാ ദിവസവും മിക്കവാറും ഒരു മാസത്തിൽ ഒരു 1-2 ക്ലാസ്സെങ്കിലും ഉണ്ട്. പക്ഷെ എന്നാലും നമുക്കറിയാവുന്നത് പറഞ്ഞു കൊടുക്കാന്ന് പറയുന്നത് ഒരു അറിയാവുന്നത് എല്ലാം ശരിയാവുന്നു, ആരൊക്കെ അതുകൊണ്ട് എത്ര ഗുണം ഉണ്ടാവുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നത് നമ്മൾ ഷെയർ ചെയ്യുന്നു. അത് ഓരോ സീനിയേഴ്സിൻ്റെ അടുത്ത് നമ്മൾ പഠിക്കുന്നു, അത് തിരിച്ചു കൊടുക്കുന്നു എന്ന് മാത്രം. കാരണം നാളെ എന്താ പറയുക, ഹോമിയോപ്പതിയുടെ ഏറ്റവും വലിയ ശാപം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഡോക്ടർമാർ ജൂനിയേഴ്സിനോ അല്ലെങ്കിൽ നമ്മളുടെ ആൾക്കാർക്ക് പറഞ്ഞു ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ പഠിച്ചിരുന്നപ്പോൾ ഞങ്ങളൊക്കെ വളർന്നു വന്നത് പല കാര്യങ്ങളും മല്ലിട്ടിട്ടാണ്. അപ്പോൾ അത് ബാക്കിയുള്ളവർക്ക് ഉണ്ടാവരുത്, നമുക്കറിയാവുന്നത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ 2 കാര്യങ്ങൾ, ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചിട്ട് നമുക്ക് ക്ലാസ് തുടങ്ങാം. ഒന്ന്, ഡോക്ടർ ഏണസ്റ്റിന്റെ മരണം. അതൊരു ഫ്രറ്റേണിറ്റിക്ക്, ഹോമിയോപ്പതിക് ഫ്രറ്റേണിറ്റിക്ക് ഒരു വല്ലാത്തൊരു നഷ്ടമാണ്. IHK എന്നുള്ള ഇതിൽ വളരെ IHKയുടെ അല്ല, ഹോമിയോപ്പതിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു ഡോക്ടർ എത്രത്തോളം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ കേൾക്കുന്ന ഒരു പേരാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഓർമ്മിക്കാതെ ഇന്ന് ഒരു ക്ലാസ്സും നടക്കില്ല. പിന്നെ അടുത്തത് നമ്മുടെ ചന്ദ്രൻ ചേട്ടന്റെ ഒരു വിയോഗം. കാരണം നേരത്തെ നമ്മളെല്ലാവരും വിയോഗം ദുഃഖം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഈ ക്ലാസ്സിൽ വരുമ്പോൾ ഉള്ള ആദ്യത്തെ ഒരു ഇതായതുകൊണ്ട് അത് പറയാന്നുള്ളത് എൻ്റെ ഒരു മര്യാദ എന്നുള്ളതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നു. ചന്ദ്രൻ ചേട്ടന്റെയും ഏണസ്റ്റ് ഡോക്ടറുടെയും മരണത്തിൽ എൻ്റെയും QPHയുടെയും ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ എല്ലാം ഒരു അനുശോചനം കൂടി പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സിലോട്ട് തുടങ്ങാം. ഇന്ന് നമ്മൾ റെസ്പിറേറ്ററി ആണെങ്കിലും ബാക്കി ഞാൻ മുകളിൽ നിന്ന് താഴത്തോട്ട് വരുന്നതിന് പകരം താഴത്തുനിന്ന് മുകളിലോട്ടാക്കുക. കാരണം വെച്ചാൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ കഫ് ഇല്ലേ. കഫ് എന്ന് പറഞ്ഞാൽ എന്താ, സാധാരണ വെറുതെ ഒരു റിഫ്ലക്സ് വരുന്നു. അതിന്റെ സിവിയറിറ്റി കൂടുന്നതിനനുസരിച്ചാണ് മരുന്ന് വേണ്ടതും മരുന്ന് വേണ്ട എന്നുള്ളത്, വേണോ വേണ്ടേ എന്നൊക്കെ ഉള്ള ചിന്തകൾ വരുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മിക്കവാറും പനി കഴിഞ്ഞിട്ടുള്ള ഒരു ചുമയാണ്. വല്ലാത്തൊരു സിറ്റുവേഷനാണ്. അതില് അനാറ്റമി നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള റിബ് കോൺട്രാക്ട് ഇതൊക്കെ ഉണ്ട്. ഫിസിയോളജിയും എല്ലാവർക്കും അറിയാം. അൺകൺട്രോൾ പ്രൊട്ടക്റ്റീവ് റിഫ്ലക്സ് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് കഫിന്റെ അതിന്റെ ഫിസിയോളജിയും കാര്യങ്ങളിലോട്ട് ഞാൻ പോകണില്ല. ഞാൻ സ്ട്രെയിറ്റ് അവേ മെഡിസിനിലോട്ട് പോവാം. പക്ഷെ മെഡിസിനിലോട്ട് പോണത് ഇന്ന് ഇവിടെയുള്ള മെഡിസിൻസിലോട്ട് വെച്ചിട്ടല്ല ഞാൻ തുടങ്ങുന്നത്. കുറച്ച് മെഡിസിൻസ് ഞാൻ സ്ഥിരമായിട്ട് ഇപ്പൊ നല്ലോണം ഉപയോഗിക്കുന്നുണ്ട്. ഇതിലുള്ള മെഡിസിൻസ് ഒക്കെ തന്നെയാണ്. കുറെ ഉണ്ടെങ്കിലും കുറച്ച് ഞാൻ വിട്ടുപോകും ചിലപ്പോൾ. അതുകൊണ്ട് ഞാൻ അതാദ്യം തന്നെ പറയാം. കേൾക്കാലോ എല്ലാവർക്കും? കേൾക്കാം ഡോക്ടറെ, കേൾക്കാം. ഓക്കെ.
ആദ്യത്തെ മെഡിസിൻ ഞാൻ സാധാരണ ചുമയും ബാക്കി കാര്യങ്ങളൊക്കെ വരുമ്പോൾ മിക്കവാറും ഞാൻ ഇപ്പൊ ഉപയോഗിക്കുന്നത് അരേലിയാണ്. അരേലിയ നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ കൊടുക്കുന്നത് ടിഞ്ചർ ഫോമിലാണ് മിക്കവാറും ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. ആസ്പിഡോസ്പോമ അങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ പോലെ ഒരു റിലാക്സേഷൻ കിട്ടാണെങ്കിൽ നമ്മളുടെ ഇൻഫ്ലമേഷൻ കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന മെഡിസിനാണ് അരേലിയ ടിഞ്ചർ. പക്ഷെ അതൊരു പ്രാവശ്യം എങ്ങനെയോ ഒരു ഇതില് ടിഞ്ചർ ഉണ്ടായിരുന്നില്ല, എന്തോ ഒരു ഇതില് ഞാൻ അരേലിയ 30 കൊടുത്തു. അതിന്റെ ഒരു ഇതെന്താന്ന് വെച്ചാൽ എല്ലാം പോലെ ചുമയുണ്ട്, എക്സ്പെക്ടേഷൻസ്. അരേലിയ ടിഞ്ചർ നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു, അതിന്റെ ഒരു 30. കാരണം അരേലിയ ടിഞ്ചർ തന്നെ, അരേലിയ തന്നെ കൊടുക്കണം എന്റെ മുന്നിൽ. കാരണം സ്നീസിങ് ഉണ്ട്, കഫ് ഉണ്ട്, കഞ്ചഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അരേലിയ ടിഞ്ചർ ഉണ്ടായിരുന്നില്ല, 30 കൊടുത്തു. ആ 30 കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അരേലിയ 30 നല്ലൊരു മെഡിസിൻ വിത്ത് സ്നീസിങ്, കഫ്. ഇത് മിക്കവാറും ഈ പാരസെറ്റമോൾ ഒക്കെ കഴിച്ചു വരുമ്പോൾ ഡോളോം പാരസെറ്റമോളും കഴിക്കാതെ 90% നമ്മുടെ കയ്യിൽ കിട്ടാറില്ല. അപ്പൊ അങ്ങനെയുള്ളതാണെങ്കിലും ചെസ്റ്റ് ഒരു കഞ്ചഷൻ ഉണ്ട്, സ്നീസിങ് ഉണ്ട്, കഞ്ചസ്റ്റീവ് ചെസ്റ്റിന്റെ ഒരു മാതിരി ഫിൽഡ് ഫോമുല വരിക കഞ്ചഷൻ ആയിട്ട്. അങ്ങനെയുള്ള കേസുകളിൽ അരേലിയ 30 ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. അതിനുശേഷം നമ്മൾ പിന്നെ ചിന്തിക്കാവുന്ന ഒരു മെഡിസിനാണ് അപ്പോസൈനം. നമ്മൾ സാധാരണ ചിന്തിക്കാറില്ല. അപ്പോസൈനം ഡ്രോപ്സിക്കും തേഴ്സ്റ്റ്ലെസ്നെസ്, ഫീവർ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ തേഴ്സ്റ്റ് വിത്ത് കഫ് ഒക്കെ വരുമ്പോൾ നമ്മൾ അപ്പോസൈനം ചിന്തിക്കാറുണ്ട്. പക്ഷെ അപ്പോസൈനത്തിന്റെ നല്ലൊരു റിസൾട്ട് ഉണ്ട് വിത്ത് റോങ്കയും കൂടി ഉണ്ടെങ്കിൽ അപ്പോസൈനം ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ്. കാരണം അപ്പോസൈനത്തിന്റെ ഒരു മാതിരി വീക്ക്നെസ് വരും. അപ്പോ ഈ സ്പുട്ടം അവിടെ നിറഞ്ഞു നിൽക്കും. അത് ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് COPD-യിലും കൂടി നമുക്കറിയാം. ഇപ്പോൾ വയസ്സായിട്ടുള്ള ഒരാൾ വരെയാണ് ചുമയൊക്കെ ആയിട്ട്. അപ്പോസൈനം ക്യാൻ ബി തോട്ട് ഓഫ് വിത്ത് ഇപ്പോസിയാനിയും ഫസ്റ്റിക്കും ഒക്കെ നമ്മൾ ചിന്തിക്കുന്ന പോലെ അത് ഞാൻ വരുന്നുണ്ട്. പക്ഷെ അപ്പോസൈനം നമ്മൾ ചിന്തിക്കേണ്ട ഒരു മെഡിസിനാണ്. അപ്പോസൈനത്തിനെ കുറിച്ച് നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഡെപ്ത് ആയിട്ടുള്ള വായിക്കുമ്പോൾ അടുത്തത് കിട്ടുന്നതാണ് അപ്പോസൈനത്തിന്റെ തന്നെ സിംറ്റംസിൽ വരുന്നതാണ് മൈട്രൽ റിഗർജിറ്റേഷനും ട്രൈകസ്പിഡ് റിഗർജിറ്റേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ആസ്പിഡോസ്പോമ എന്തെന്നാ എഴുതിയിട്ടുള്ളത്, ബോറിക് എടുത്ത് നോക്കി ഇറ്റാലിക്സിൽ എഴുതിയിട്ടുള്ളത് കാർഡിയാക് ആസ്മ എന്നാണ്. ഇതിനും അത് തന്നെയാണ്. പക്ഷെ അതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കൺജസ്റ്റീവ് കാർഡിയക് ഫെയിലിയർ അല്ലെങ്കിൽ CCF അല്ലെങ്കിൽ നമ്മുടെ കാർഡിയ എന്താ പറയുക വലുതായി അല്ലെങ്കിൽ വീർത്തിരിക്കുമ്പോഴാണ് നമ്മൾ ആസ്പിഡോസ്പോമ കൂടുതൽ ചിന്തിക്കുക. കാരണം വെച്ചാൽ CCF കാരണം പ്രഷർ ഡെവലപ്പ് ചെയ്ത് അങ്ങനെ വരുമ്പോഴാണ് ആസ്പിഡോസ്പോമയുടെ ഇൻഡിക്കേഷൻസ് ഉണ്ട്. CCF കൺജസ്റ്റീവ് കാർഡിയക് ഫെയിലിയറിലോട്ട് വരുന്നു, അതുകൊണ്ട് ലങ്സിൽ ഇൻഫ്ലമേഷൻ വരുന്നു, ലങ് ഫെയിലിയറിലോട്ട് വരുന്നു. അങ്ങനെ കാർഡിയക് ഫെയിലിയർ അതിന്റെ പ്രഷർ സിംപ്റ്റം ഒക്കെ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് ഇത് വരുന്നത്. അതിനാണ് ഡോക്ടറെ സൗണ്ട് എത്ര ഒന്ന് കൂട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? കൂട്ടാലോ, നോക്കട്ടെ. ഞാൻ പതുക്കെ പറയുന്നോണ്ടായിരിക്കും. കുറച്ചും കൂടി ഇപ്പോഴോ? ഇപ്പൊ കുറച്ചുകൂടെ. ഓക്കെ, കുറച്ചും കൂടി സ്പീഡാക്കാം, മീൻസ് ശബ്ദം കൂട്ടാം. അപ്പൊ ഈ കൺജസ്റ്റീവ് കാർഡിയക് ഫെയിലിയറും ഇതൊക്കെ വരുമ്പോഴാണ് നമ്മൾ ആസ്പിഡോസ്പോമനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത്. അതേസമയം നമുക്ക് മൈട്രൽ വാൽവും ട്രൈകസ്പിഡ് വാൽവ് ഇൻവോൾവ്മെന്റ്, ഹാർട്ട് കംപ്ലീറ്റ് അല്ല, MR-ഉം ട്രൈകസ്പിഡ് വാൽവ് ഇൻവോൾവ്മെന്റ് അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു എന്താ പറയുക പെരിക്കാർഡിയൽ എഫ്യൂഷൻസ് അല്ലെങ്കിൽ എന്താ പറയുക പെരിക്കാർഡൈറ്റിസ് ഒക്കെ വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് അപ്പോസൈനം ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. കൊടുത്ത് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഈ പറയുന്നത്. 1-2 കേസുകളെ നമുക്ക് കാര്യമായിട്ടുള്ളൂ, പക്ഷേ ഡിഫറൻസിയേഷൻ ആണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് എപ്പോഴും ഇപ്പൊ കിട്ടുന്നുണ്ട്. ഇപ്പൊ കൺജസ്റ്റീവ് കാർഡിയക് ഫെയിലിയർ ഒക്കെ ഇഷ്ടംപോലെ കേസുകൾ വരുന്നുണ്ട്. ഒക്കെ ആ ഡീറ്റെയിലോട്ട് പോകുന്നില്ല. ഓക്കെ, പിന്നെ അടുത്തൊരു മെഡിസിൻ ആണ്. ഇതിന്റെ സോഴ്സ് എവിടെയാണ്, ഇത് ബോറിക്കിൽ എവിടെയാണ് പറഞ്ഞിട്ടുണ്ടെന്ന് ആദ്യം പറയുന്ന ആൾക്ക് എന്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട്. ആരാണ് ചാറ്റിൽ ആദ്യമായിട്ട് ഈ മെഡിസിൻ ബുക്കൊന്നും നോക്കാതെ ഈ മെഡിസിനെ കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലും പെട്ടെന്ന് പറയാം, വിത്തിൻ 2 minutes ഈ മെഡിസിൻ എവിടെ കിട്ടുമെന്ന് നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അത് തന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് അയച്ചു തന്നിരിക്കും.
ഒരു പെക്ടൻ എന്ന് പറഞ്ഞൊരു മെഡിസിൻ ആണ്. ഓക്കെ, പെക്ടൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ആസ്മയും ആസ്മ റിലേറ്റഡ് ആയിട്ടുള്ള കൺജഷൻ ഓഫ് ദ ചെസ്റ്റ്. അതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡഡ് ആസ്മയാണ്, അതായത് റൈറ്റ് സൈഡഡ് ലങ്സിൽ വരുന്ന ആസ്മയാണ്. പക്ഷെ ലെഫ്റ്റിലും ഉണ്ടാവാം, പക്ഷെ മാക്സിമം നമുക്ക് നമ്മൾ സ്റ്റെത്ത് വെച്ച് നോക്കുമ്പോൾ ബ്രോങ്കെ ക്രിപ്സും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത ഉള്ളത് റൈറ്റ് സൈഡിലാണ്. റൈറ്റ് സൈഡ് ആൽവിയോലെ കൺസ്ട്രക്ഷൻ കൂടും. വന്നോ? ആൻസർ വന്നോ? അഗ്രവേഷൻ നൈറ്റ് ആണ്. ഓക്കെ, പിന്നെ ഇതിന്റെ അതൊന്ന്, ഇത് ഈ ഒരു മെഡിസിൻ പെക്ടൻ നിങ്ങൾക്ക് മാക്സിമം നിങ്ങളൊന്ന് വായിച്ചോ, കിട്ടും. അതിന്റെ ബാക്കിൽ, ബോറിക്കിന്റെ ബാക്കിൽ പോയി തപ്പിയാലും കിട്ടും. പക്ഷെ എനിക്ക് അതൊന്ന് ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുള്ള മെഡിസിൻ ആണോ എന്ന് അറിയാനാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോ പെക്ടൻ വൺ ഓഫ് ദ നല്ലൊരു മെഡിസിൻ ആണ് ആസ്മയിൽ, പ്രത്യേകിച്ച് ഇഫ് ദർ ഇസ് എ ക്രിപ്സ് മോർ ഇൻ ദ റൈറ്റ് സൈഡ് ആൻഡ് അഗ്രവേഷൻ സ്പെസിഫിക്കലി നമുക്ക് കൂടുതലും നൈറ്റിൽ കിട്ടുന്ന ഒരു ഇതാണെങ്കിൽ തിങ്ക് അബൌട്ട് പെക്ടൻ. ഓക്കെ, അത് റെയർ മെഡിസിൻ ഒന്നുമല്ല, അതിപ്പോ പണ്ട് പറഞ്ഞ പോലെ നോക്കിയാൽ കിട്ടും, നോക്കണ്ടോടത്ത് നോക്കിയാൽ കിട്ടും. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ഇല്ലെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, 5 മിനിറ്റ്സ് തരുന്നു, അതിന്റെ ഇടയ്ക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞാലും മതി, ആരെങ്കിലും ചാറ്റിൽ ഇട്ടാൽ മതി. ഓക്കെ, പിന്നെ വരുന്ന മെഡിസിൻസ് ആണ് നമ്മൾ ചിന്തിക്കേണ്ട മെഡിസിൻസ് അർജന്റം മെറ്റാലിക്കം. ഓക്കെ, അർജന്റം മെറ്റാലിക്കം നമ്മൾ വല്ലപ്പോഴും റെയർ ആയിട്ട് ചിന്തിക്കുന്ന മെഡിസിൻ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ പണ്ടൊക്കെ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത മെഡിസിൻസ് ആണ്. ഒരു 3-4 കൊല്ലമായിട്ട് ഞാനത് ചിന്തിക്കുന്ന ഒരു മെഡിസിൻ ആണ്, ഞാൻ കൊടുക്കാറുള്ള മെഡിസിൻസ് ആണ്. ഇത് എപ്പോഴാണ് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോവിഡ് കാലത്ത് വന്നിട്ടുള്ള ഒരു സംഭവം. ചിലർക്ക് കോവിഡ് ഒക്കെ വന്നു പോയിട്ട് ബ്രോങ്കൈറ്റിസ് വന്നിട്ട് ഒന്ന് ചെറിയൊരു എക്സേഷൻസിലും ബുദ്ധിമുട്ട്, ഒന്ന് ചിരിച്ചാ ചുമ വരും, ഒന്ന് ചിരിച്ചാ ചെസ്റ്റ് കൺജഷൻസ് വരും. ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു മെഡിസിൻ എന്റെ ഫേവറേറ്റ് മെഡിസിൻ ആ സമയത്ത് ഉണ്ടായിരുന്ന സെനേഗം അർജന്റം മെറ്റാലിക്കും ആയിരുന്നു. ഓക്കെ, അർജന്റം മെറ്റാലിക്കം. ഓക്കെ, അപ്പൊ ഈ അഗ്രവേഷൻ ലാഫിങ്ങിന് നമുക്ക് ആലോചിക്കാവുന്ന ഒരു മെഡിസിൻ ആണ്. ഇങ്ങനെ ഒരു സിംറ്റം മാത്രമേ കിട്ടുന്നുള്ളൂ. ഡോക്ടർ ചുമയുണ്ട്, പക്ഷെ നമ്മളൊന്ന് ചിരിക്കുക അല്ലെങ്കിൽ ഒന്ന് ഒരു ഇത്തിരി ശബ്ദത്തിൽ സംസാരിക്കുക ഇതൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ് അർജന്റം മെറ്റാലിക്കം. അടുത്തത് നമുക്ക് ചിന്തിക്കാവുന്നതും നമുക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ് ആർസെനിക് മെറ്റാലിക്കം. ആർസെനിക് ആൽബ അല്ല, ആർസെനിക് അയോഡ് അല്ല, ആർസെനിക് മെറ്റാലിക്കം. ഓക്കെ, അത് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ് ഫോർ കാലിബൈക്ക് പോലെ തന്നെ ആക്ട് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ് സൈനസൈറ്റിസ്. ഓക്കെ, ആർസെനിക് മെറ്റാലിക്കം 30 കിട്ടും, 3x അല്ല 30 തന്നെ കിട്ടും പറ്റും. ഓക്കെ, പിന്നെ വരുന്നതാണ് അടുത്ത ചിന്തിക്കാവുന്ന ഒരു മെഡിസിൻ ആണ്. ഇതൊക്കെ സാധാരണ മെഡിസിൻസിലെ കാലിബൈക്ക് ഇതൊക്കെ നമ്മൾ കൊടുക്കണം പോലെ എല്ലാത്തിനും ആസ്പെക്ട് കോമൺ. ഞാൻ കോമൺ മെഡിസിൻസ് യൂസ് ചെയ്യില്ല എന്നല്ല പറയണം, കോമൺ മെഡിസിൻസ് നല്ലോണം യൂസ് ചെയ്യും. പക്ഷെ ഓഫ് ലൈറ്റ് ഈ മെഡിസിൻസ് കൂടി കൂടുതൽ യൂസ് ചെയ്ത് തുടങ്ങി. ഒരു 5-6 കൊല്ലമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസിൻസിൽ ആർസെനിക് മെറ്റാലിക്കം സൈനസൈറ്റിസിന് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ്. ഓക്കെ, പിന്നുള്ളത് എസ്ക്ലപ്പിയാസ് ട്യൂബറോസ. ഓക്കെ, എസ്ക്ലപ്പിയാസ് ട്യൂബറോസ ആണ് ഞാൻ പറയുന്ന മെഡിസിൻ. എസ്ക്ലപ്പിയാസ് വേറൊരു സ്പീഷീസും കൂടി ഉണ്ട്, എസ്ക്ലപ്പിയാസ് ട്യൂബറോസ. ഇതിന്റെ എന്താണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് സ്പെസിഫിക് ലൈക്ക് ന്യൂമോണിയയുടെ ലെഫ്റ്റ് ലോവർ ലങ്ങിലാണ് ഈ മെഡിസിന്റെ ആക്ഷൻ. സ്പെസിഫിക് ആയിട്ട് ലെഫ്റ്റ് ലോവർ ലോബ്, അവിടെ ന്യൂമോണിയാണ് വരുന്നത്. ബ്രോങ്കൈറ്റിസ് ആൻഡ് ബ്രോങ്കോ ന്യൂമോണിയ, ന്യൂമോണൈറ്റിസ് ആൻഡ് ന്യൂമോണിയ. ഓക്കെ, ന്യൂമോണിയ എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിട്ടൊന്നും നമുക്കല്ല, എടുക്കുക, കേസ് എടുക്കുക. വി ഹാവ് മെഡിസിൻസ്. ഓക്കെ, അപ്പൊ ഈ ഒരു മെഡിസിൻ ഇങ്ങനെ ഒരു സിംറ്റംസ് ക്രെപ്പിറ്റേഷൻ,
ന്യൂമോണിയ, ബ്രോങ്കോന്യൂമോണിയ അല്ലെങ്കിൽ ന്യൂമോണിയ നിങ്ങൾക്ക് ലെഫ്റ്റ് ലോവർ ഇതാണ്. റൈറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ലെഫ്റ്റിലാണ് ഓൾമോസ്റ്റ് സ്പെസിഫിക് ആയിട്ട് മെഡിസിൻസ് വരുന്നത്. യു ഗെറ്റ് ദ സിംറ്റം, ഒന്ന് ട്രൈ ചെയ്യേ. പല കേസുകളിലും ട്രൈ ചെയ്തിട്ടുണ്ട്, റിസൾട്ട് ഉണ്ട്. 10 or 100 കേസുകളൊന്നല്ല, ഇത് 10-15 കേസുകളിൽ നമുക്ക് ന്യൂമോണിയ ഒക്കെ നമുക്ക് കിട്ടാറുണ്ട്, നല്ലോണം കിട്ടാറുണ്ട്. പക്ഷെ ഇങ്ങനത്തെ മെഡിസിൻ അപ്പൊ നമ്മൾ വേറെ ലെവലിലായിരിക്കും കൊടുക്കണം. പക്ഷെ ഒരു ചാറ്റ് വന്നിട്ടുണ്ട് ഡോക്ടറെ, മെഡിസിനെ കുറിച്ച്. ആ പറഞ്ഞോ, ആരുടെയാണ് ഡോക്ടറെ? ഡോക്ടർ വേണുഗോപാൽ. ആ പറഞ്ഞോ, എവിടുന്നാണ്, ഏത് അണ്ടർ സോഴ്സാണ്? ക്യൂ അരേലിയ. ആ വെരി ഗുഡ്. പക്ഷെ സമയം കുറെ എടുത്തു. ഇല്ല, അരേലിയയുടെ അണ്ടർ റിലേഷൻഷിപ്പിൽ വരുന്നതാണ്. നമ്മൾ റിലേഷൻഷിപ്പ് ചിലപ്പോൾ സ്ട്രോങ് ആയിട്ട് വായിക്കണം. എപ്പോഴും നമ്മൾ ഒരു മെഡിസിൻ പഠിക്കുമ്പോൾ അതിന്റെ റിലേഷൻഷിപ്പിൽ ഇമ്പോർട്ടൻസ് വരുന്ന ചിലപ്പോൾ ഒരു ലൈൻ ഇറ്റാലിക്സ് ആയിരിക്കും ബോറിക്കില്, അതിന് വളരെ ഇമ്പോർട്ടൻസ് ആണ്. അതുപോലെ റെപ്പർട്ടറൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ സിംഗിൾ മെഡിസിൻ, സിംഗിൾ റൂബ്രിക്, സിംഗിൾ മെഡിസിൻ. റൂബ്രിക്കിൽ സിംഗിൾ മെഡിസിൻ ആണെങ്കിൽ ആ മെഡിസിൻ നമ്മൾ കൊടുക്കണം എന്നാ ഞാൻ പറയും. അത്രയും ഇമ്പോർട്ടൻസ് ആ മെഡിസിൻ ഉണ്ട്. പ്രത്യേകിച്ച് 3 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ കുറച്ച് ഇറ്റാലിക്സിലൊക്കെ ആണെങ്കിൽ വേറെ ഒന്നും നോക്കരുത്, ആ മെഡിസിൻ കൊടുത്തോ, റിസൾട്ട് കിട്ടും നിനക്ക്. ഓക്കെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആസ്പിഡോസ്പെർമ, കാർഡിയാക് ആസ്മ, അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ. പിന്നെ നിങ്ങൾ കൊടുക്കാറുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അവിനാസെറ്റൈവ ചുമയ്ക്ക് കൊടുക്കാറുണ്ടോ അറിയില്ല, ഐ ഡോണ്ട് നോ. ഞാൻ കൊടുക്കാറുണ്ട്, പക്ഷെ അതിന്റെ സ്പെസിഫിക് ഡോസേജ് ഉണ്ട്. ടിഞ്ചർ 20 ഡ്രോപ്സ്, കറക്റ്റ് ബോറിക്കിൽ പറയുന്നത് അതാണ്, 20 ഡ്രോപ്സ്. കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല, പക്ഷെ മിനിമം 20 ഡ്രോപ്സ് എങ്കിലും ഒരു 2-3 പ്രാവശ്യം കൊടുക്കണം. നല്ല ഡ്രൈ കഫിനൊക്കെ ആണെങ്കിൽ അവിനാസെറ്റൈവ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. ഒന്ന് ട്രൈ ചെയ്തു നോക്കുക. അവിനാസെറ്റൈവ ടിഞ്ചർ. ഓക്കെ. പിന്നെ അടുത്ത മെഡിസിൻസ് ബാസിലിനം. ബാസിലിനത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യില് ചുമയുണ്ട്, ന്യൂമോണിയ ഉണ്ട്, ഇതൊക്കെ ബ്രോങ്കോന്യൂമോണിയ, ബ്രോങ്കൈറ്റിസ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കൾച്ചർ എടുക്കും. സ്പിറ്റം കൾച്ചറിന് പോയിട്ട് മൾട്ടിപ്പിൾ എന്താ പറയാ ബാക്ടീരിയ ഉണ്ടെന്ന് പറഞ്ഞു. അവർ കൊടുത്തു, കുറെ ആന്റി ബാക്ടീരിയൽ മെഡിസിൻസും കൊടുത്തു, ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്സ് ഒക്കെ കൊടുത്ത് കുറയണില്ല. 2 പ്രാവശ്യം വന്നു, 3 പ്രാവശ്യം വന്നു. അവർ ചെന്ന് കഴിഞ്ഞാൽ കൾച്ചറിന് കൊടുത്തിട്ട് നമ്മുടെ കയ്യിൽ മൾട്ടി ബാക്ടീരിയൽ കൾച്ചർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ബാസിലിനം ആസ് എ മെഡിസിൻ ആണ് കൊടുക്കേണ്ടത്. ബാസിലിനം നമ്മൾ ചിലപ്പോൾ ഒരു ഡോസ് ഒക്കെ കൊടുത്ത് നമ്മൾ നിർത്തും. പക്ഷെ അങ്ങനെയുള്ള ഒരു കേസിൽ ബാസിലിനം 30 ഫ്രീക്വന്റ് റിപ്പീറ്റ് ചെയ്യും. ഞാൻ ചിലപ്പോൾ 2 hourly കൊടുക്കാറുണ്ട്, QDS കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രീക്വന്റ് റിപ്പീറ്റേഷൻ കൊടുക്കുക. വേണു സാറിന് ഞാൻ ഇത് അയക്കുന്നുണ്ട്, ഗിഫ്റ്റ് അയക്കാം. എന്തായാലും ഒരാളല്ലേ ഇത്രയും പറഞ്ഞത്. അപ്പോൾ ബാസിലിനം ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ ഇങ്ങനെ മൾട്ടി ബാക്ടീരിയൽ എഫക്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ. ഇതൊന്നും ഞാൻ വെറുതെ പറഞ്ഞില്ല, എന്റെ എക്സ്പീരിയൻസ് വരുന്നത് ഇറ്റ് ഈസ് ഫ്രം ദ ബുക്സ്. ഞങ്ങൾ ബാസിലിനം ഒന്നും കൂടി ഒന്ന് തറപ്പിച്ചൊന്ന് വായിക്കുമ്പോൾ 2-3 പാരഗ്രാഫിൽ കറക്റ്റ് ഇത് കൊടുക്കുന്നുണ്ട് ബോറിക്ക്. അതൊന്ന് നമ്മളൊന്ന് വായിക്കുക, എന്നിട്ട് അതൊന്ന് ഇന്റർപ്രിറ്റ് ചെയ്യുക. ഹൗ യു ഇന്റർപ്രിറ്റ് ആണ് ഏറ്റവും ആവശ്യം. നമ്മൾ പറയും ഇത് ഹോമിയോപ്പതിക് അല്ല, അല്ലെങ്കിൽ നമ്മൾ സിംഗിൾ മെഡിസിൻ PQRS കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞു. എല്ലാ കേസിലും PQRS കിട്ടുക എന്ന് പറയുന്നത് ഞാൻ രാജൻ ശങ്കരൻ ഡോക്ടറും വലിയ ഇതൊന്നും. പക്ഷെ ദിസ് ഇസ് മൈ കീ പോയിന്റ്. ഒരു പ്രിസ്ക്രിപ്ഷന് ഇതാണ് എന്റെ കീ പോയിന്റ്. ദിസ് ഇസ് എവിഡൻസ് ബേസ്ഡ് കീ പോയിന്റ്. നമ്മളുടെ ബോറിക് മെട്രിയാമെഡിക്കയിൽ എന്ത് പറയുന്നു അത് നമുക്ക് പേഷ്യന്റിൽ കിട്ടുന്നു, റെക്കോർഡ്സ് കിട്ടുന്നു. വാട്ട് എൽസ് മോർ യു വാണ്ട്? അത് കൊടുക്കുക, റിസൾട്ട് വാങ്ങുക. അല്ലാതെ വേറെ കുറെ കഥകൾ പറയാൻ നമുക്ക് സമയമില്ല, നമുക്ക് വേണ്ടതാണ്. കേസ് എടുക്കണം, നല്ലോണം എടുക്കണം. എടുക്കത്തില്ല നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് വല്ലതും കിട്ടുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. കാരണം നമ്മളടുത്ത് ഇങ്ങനെയുള്ള കേസുകൾ വരുന്നത് കുറെ മെഡിസിൻസ് കഴിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് വേറെ ചോയ്സ് ഇല്ലാണ്ട് വരും. കാരണം വെച്ചാൽ നമ്മൾ കേസ് സിംറ്റം എലിസിറ്റാൻ പോയി കഴിഞ്ഞാൽ ഒന്നും ക്ലിയർ കട്ട് സിംറ്റംസ് കിട്ടില്ല. അപ്പോഴായിരിക്കും നമ്മൾ അവർ കൊണ്ടുവന്നിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ, ഡോക്ടർ ഞാൻ അവിടെ പോയി, ആസ്റ്ററിൽ പോയി, മെഡിക്കൽ ട്രസ്റ്റിൽ പോയി, അല്ലെങ്കിൽ
അമൃതയെ പോയി ഡോക്ടർ ഇതാണ് അവർ ചെയ്ത ടെസ്റ്റ്, എന്നിട്ട് 2-3 പ്രാവശ്യം ആന്റിബയോട്ടിക്സ് കഴിച്ചിട്ടും കുറയണില്ല. തിങ്ക് അബൌട്ട് ബാസിലിൻ. ഓക്കെ, ബാസിലിനും ഇസ് എ ബാക്ടീരിയ. അപ്പൊ ബാസിലിനും ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. അടുത്തത് ബെറൈറ്റ മ്യൂർ. ബെറൈറ്റ മ്യൂർ നമ്മൾ ചുമയ്ക്ക് ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ ഹിപ്പോസിയാനും ബെറൈറ്റ മ്യൂറും ഈക്വലി ഗുഡ്, ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ഹിപ്പോസിയാനം ഇൻ ഓൾഡ് ഏജ്, ബെറൈറ്റ മ്യൂർ ഇൻ ഓൾഡ് ഏജ്. ഓൾഡ് ഏജിൽ വരുന്നത് എപ്പോഴാണ്? COPD. COPDയുടെ കാര്യം എന്താ കാര്യം? ബെറൈറ്റയുടെ അയോടും കൂടി വരുമ്പോൾ ഡാമേജ് ആൻഡ് ബ്രേക്കിംഗ് ഓഫ് ആൽവിയോലെ. ആൽവിയോലിന്റെ ഫങ്ഷൻസ് ഇല്ല, അതിന്റെ ഫൈബ്രസ് ഇത് പോയി. ഓൾഡ് ഏജിൽ വരുന്നത് ഫൈബ്രസ് കണ്ടന്റ് പോയി. അപ്പോ എക്സ്പാൻഷൻസ് ഇല്ല, അതിന്റെ കോൺട്രാക്ഷൻസ് ഇല്ല. വാട്ട് വിൽ ഹാപ്പൻ ഇസ് മ്യൂക്കസ് അവിടെ സെറ്റിൽ ചെയ്യും. ആൻഡ് മിക്കവാറും COPD ഒക്കെ വരുന്നത് ഒന്നല്ലെങ്കിൽ സ്മോക്കേഴ്സിന് അല്ലെങ്കിൽ ഓൾഡ് ഏജ്. ഓൾഡ് ഏജ് വരുമ്പോൾ അതിന്റെ എന്താ, നമുക്ക് പമ്പിങ് ഇല്ല. പമ്പിങ് ഇല്ലെങ്കിൽ മ്യൂക്കസ് അവിടെ ഇത് ചെയ്യും. ബെറൈറ്റ മ്യൂറും ഹിപ്പോസിയാനും വിൽ ഹെൽപ്പ് യു എക്സ്പെക്ടറേഷൻസ് കൂട്ടാനുള്ളത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇത് ഞാൻ ഒന്ന് ഓർത്തിട്ട് എഴുതി വെച്ചതാണ്. ഇനി വിൽ കം ഹിയർ. ഓക്കെ, ഇനി നമ്മളുടെ ഇത് നമുക്ക് ഉപയോഗിക്കാം. ഏത് സ്ലൈഡ്? ഓക്കെ, നമ്മൾ മിക്കവാറും കൊടുക്കൂന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാറുണ്ട്. പക്ഷെ അലിയൻ സാറ്റ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത് കോൾഡിനും ചിലപ്പോ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഇതിനൊക്കെയാണ്. പക്ഷെ വളരെ സെൻസിറ്റീവ്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ പോവാ, എവിടെയാ ഇപ്പൊ മഴക്കാലവും ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ മൂന്നാറ് പോകുമ്പോൾ നല്ല കോൾഡ് വരുമ്പോ നമുക്ക് ഏറ്റവും നല്ലത് നമുക്ക് ഉപയോഗിക്കാന്നുള്ള മെഫൈറ്റിസ് പോലെ നമുക്ക് തണുപ്പിലൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു മെഡിസിൻസിൽ ഒന്നാണ് അലൈൻ സെറ്റൈവ. നല്ല ചുമ, അഗ്രവേഷൻ ആയിട്ട് കൺജഷൻ ഉണ്ട്. ഓക്കെ, കൂടുതൽ സിംറ്റംസ് ഒന്നുമില്ല, നമ്മൾ കോൾഡിലാണ് പോകുന്നത്. നമുക്ക് പ്രിവെന്റീവ് ആയിട്ട് മെഫൈറ്റിസും അലൈൻ സെറ്റൈവയും ഒക്കെ ഉപയോഗിക്കാം. ഓക്കെ, അലൂമിന്റെ ഇതെന്താണ് പാത്തോളജി? അലൂമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയുടെ എന്തെന്നാ പറയാ, വീക്ക്നെസ് വരുന്നു, ലങ്സ് ടു വീക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോ റോപ്പി എക്സ്പെക്ടറേഷൻ ഏതിൽ വരുന്നത് പോലെ കാലിബൈക്കിലും ഹിപ്പോസാനത്തിലും ബെറൈറ്റ മ്യൂറിലൊക്കെ വരുന്ന റോപ്പി എക്സ്പെക്ടറേഷൻ വരുന്നത് എന്താ? നമ്മുടെ ബുക്കിൽ നമ്മൾ എപ്പോഴും റോപ്പി എക്സ്പെക്ടറേഷൻസ് വായിക്കും. വൈ ഇറ്റ്സ് തിക്ക്. അപ്പൊ അത് എക്സ്പെക്ടർ ചെയ്ത് പുറത്തു പോകാൻ ഭയങ്കര പാടാണ്. ഓക്കെ, നമ്മൾ ഈ അതുകൊണ്ടാണ് ഈ റോപ്പി തിക്ക് എന്നൊക്കെ. തിക്ക് ലൂസ് അല്ല, തിക്കായിട്ട് ഇങ്ങനെ നമ്മൾ പറയില്ല, ചിലപ്പോൾ വലിച്ചാൽ പോലും കിട്ടാത്തത്ര കട്ടിയാണ് ഡോക്ടർ, വരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു മെഡിസിനാണ് അലൂമിൻ. അലൂമിനെ അല്ല, അലൂമിൻ. കൺകോമിറ്റന്റ് കോൺസ്റ്റിപ്പേഷൻ, അതിന്റെ കൂടെ നമുക്ക് കോൺസ്റ്റിപ്പേഷനും കൂടി ഉണ്ടെങ്കിൽ ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. കണ്ടോ, അലൂമിൻ നമ്മളൊരു വീക്ക്നെസ് വരുന്നു, പ്രായമായിട്ടുള്ളവർക്ക് ഒരു വീക്ക്നെസ് ഒക്കെ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു സിംറ്റംസ് നമുക്ക് കിട്ടുക. അപ്പൊ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള മെഡിസിൻസ്, അപ്പൊ ഈ ഒരു സിംറ്റംസും ഈ എക്സ്പെക്ടറേഷൻസ് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ചിന്തിക്കാവുന്ന മെഡിസിൻ, നമ്മള് ബാക്കിയുള്ള മെഡിസിൻസ് ഒക്കെ ഉണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. സ്ട്രിഞ്ചി ഒക്കെ വരുമ്പോ കോൾസിക്കോ ഉണ്ട്, കാലിബൈക്ക് ഒക്കെ ഉണ്ട്. കാലിബൈക്ക് ഒക്കെ നമ്മൾ എപ്പോഴും കൊടുക്കുന്നതാണ്. ചിലപ്പോൾ അത് ആക്ട് ചെയ്യണം, ചിലപ്പോൾ ആക്ട് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. മെട്രിയോമെഡിക്ക ഉണ്ട്, ബോഡിക്കുള്ള കംപ്ലീറ്റ് ബുക്സ് തുറന്നാൽ തന്നെ ഓരോ പ്രാവശ്യം വായിക്കുമ്പോൾ നമുക്ക് വേറെ ഒരു പ്രാവശ്യം വായിക്കണ ഒരേ മെഡിസിൻ 10 പ്രാവശ്യം വായിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ മീനിങ്സും നമ്മളുടെ അതിന്റെ കോറിലേഷൻസും മനസ്സിലാവണം. ബുക്ക് വായിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം. ഓക്കെ, കാരണം എനിക്ക് ഈ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡ് ഉണ്ടല്ലോ, റെപ്പോർട്ടറി, മെട്രിയോമെഡിക്ക, ഇതൊക്കെ വരുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനേക്കാളും കൂടുതൽ എനിക്ക് ബുക്ക് വായിക്കാൻ ഇഷ്ടം. ബുക്ക് ഞാൻ തുറന്നിട്ട് ബുക്ക് ആണ് ഇത്. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരുടെ ബുക്കാണ് ഞാൻ വായിക്കണമെന്ന്. ഓക്കെ, പിന്നെ ആംബ്രാഗ്രീസ എന്ന് പറയുന്നത് സ്പാസ്മോഡിക് കഫാണ്. ഭയങ്കരമായിട്ട് ചുമങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതായത് ആംബ്രാഗ നമുക്ക് ഉള്ളിന്ന്, നമുക്ക് ചെസ്റ്റിന്റെ ഏറ്റവും താഴെ ഡയഫ്രമത്തിന്റെ അകത്തുനിന്ന് വരുന്ന ഒരു തരം ഡ്രൈ കഫാണ്.
അത് ഡ്രോസറയ്ക്കും ഉണ്ട്. ഡ്രോസറ അഗ്രവേഷൻ ലൈൻ ഡൗൺ ആണെങ്കിലും, പക്ഷെ നമുക്ക് ഈ ഡ്രോസറയ്ക്കും ഈ ആംബ്രോഗ്രീസയ്ക്കും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. മ്യൂസിക് അല്ലെങ്കിൽ ശബ്ദങ്ങള് നമുക്ക്, കാരണം വെച്ചാൽ ഒരുമാതിരി തന്ത വൈബ് വരും. ഇതിന്റെ കൂടെ ഒരു തന്ത വൈബും കൂടി വന്നു കഴിഞ്ഞാൽ ആംബ്രോഗ്രീസ നമുക്ക് ഏറ്റവും നല്ലൊരു മെഡിസിൻ വന്നാണ്. ഓക്കെ, വർക്ക്ഡ് ഔട്ട് പീപ്പിൾ, പഴയ ആൾക്കാർ, കാരണവന്മാര്, ഇവർക്കൊക്കെ വരുമ്പോൾ ആംബ്രോഗ്രീസ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ ഇത്. ഓക്കെ, ക്രോക്കസ് സറ്റൈവ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഡ്രൈ അഗ്രവേഷൻ ലൈൻ ഡൗൺ വിത്ത് ക്രോക്കസ് സറ്റൈവയുടെ നമ്മൾ ഹയോസൈമസ് കഫ് പോലെ ഇലോങ്ങേറ്റഡ് വ്യൂല. ഓക്കെ, ഹയോസൈനസിനെക്കാളും കുറച്ചും കൂടി ഡ്രൈ ആയിരിക്കും ക്രോക്കസ് സറ്റൈവയിൽ. ഡ്രൈ ആയതുകൊണ്ട് മാത്രമല്ല, ഇലോങ്ങേറ്റഡ് വ്യൂലയും കൂടി ഉണ്ടെങ്കിലാണ് ക്രോക്കസ് സറ്റൈവ കൂടുതലും ഇൻഡിക്കേറ്റഡ് ആവുന്നത്. അഗ്രവേഷൻ, നൈറ്റ് അഗ്രവേഷൻ ലൈൻ ഡൗൺ ഹയോസൈമസിന്റെ കൂടെ ഇഫ് യു ഗെറ്റ് വ്യൂല ഇലോങ്ങേറ്റഡ് ആണ്, അത് തട്ടിയിട്ട് ഇത് വരുന്നുണ്ടെങ്കിൽ തിങ്ക് അബൌട്ട് ക്രോക്കസ് സറ്റൈവ അലോങ് വിത്ത് ഹയോസൈമസ്. ഓക്കെ, കൊണയം നമ്മൾ വെർട്ടിഗോ, ഹാർഡ് മാസ്, ഫൈബ്രോയിഡിനോമ, ഇതിനൊക്കെയാണ് സാധാരണ നമ്മൾ കൊണയം ഉപയോഗിക്കാറ്. പക്ഷെ കഫിനും കൊണയും യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, കഫിന്റെ കൊണയത്തിന്റെ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കണ്ടമാനം ചുമച്ചാല് ഒരു ഇത്തിരി വരും. ഒരു ഇത്തിരി എക്സ്പെക്ടറേഷൻസ് ഉണ്ടാക്കണമെങ്കിൽ നല്ലോണം ചുമക്കും. ഇങ്ങനെ ചുമച്ച് കുറച്ച് ഇതുണ്ടാവും, എന്തെങ്കിലും ഒന്ന് പുറത്തേക്ക് ചാടി. ആ പേഷ്യന്റ് കറക്റ്റ് വന്നിട്ട് നമ്മളടുത്ത് പറയും, ഡോക്ടറെ ഇത്തിരി കഫം പോണെങ്കിൽ എന്തോരം നേരം ഞാനിരുന്ന് ചുമച്ച് അത് പുറത്ത് കൊണ്ടുവരും. നമുക്ക് പല മെഡിസിൻസും കോമൺ ആയിട്ട് നമ്മൾ ചിന്തിക്കുന്ന മെഡിസിൻസ് ഉണ്ട്. ഡ്രോസർ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, ഇതൊക്കെ എൻ്റെ കോമൺ മെഡിസിൻസിൽ ഒന്നാണ്. പക്ഷെ കുറച്ച് നാളായിട്ട് കോണയും കൂടി അതിന്റെ കൂടെ കോമൺ മെഡിസിൻസിലോട്ട് വന്നുകൊണ്ടിരിക്കും. പിന്നെ കൊറാലിയം റൂബ്രം സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന പ്രൊഫ്യൂസ് അഗ്രവേഷൻ വിത്ത് ഡ്രോപ്പിംഗ് ത്രൂ പോസ്റ്റീരിയർ, അതായത് പോസ്റ്റീരിയർ നേഴ്സിൽ വരുന്ന സാധനത്തിൽ, അതായത് നമ്മൾ കാലി ബൈക്ക് അങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ വരുമ്പോൾ തന്നെ അതേപോലെ നമ്മളൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ ത്രോട്ടിൽ സ്പുട്ടം വരുന്നത് പോലെ ആയിരിക്കും. കൊറേലിയം ഭയങ്കര ഡ്രൈ ആണ്. കൊറേലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊരു എന്താ പറയാ, അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ അതിന്റെ എന്തെന്നാ പറയാ, നമ്മുടെ ഡോക്ടറിൻ ഓഫ് സിഗ്നേച്ചർ തന്നെ നമ്മുടെ ലങ്സിനെ പോലെയും അല്ലെങ്കിൽ ആ ഹോൾ ഇതൊക്കെ പോലെ ഇരിക്കും കൊറേലിയം. സ്പാസ്മോഡിക് സഫോക്കേറ്റീവ് വിത്ത് കോൾഡ് ഓൺ ഡീപ്പ് ഇൻ. ഓക്കെ, ബിസ്മത്തിന്റെ എന്താണ് പ്രശ്നം? ബിസ്മത്തിന്റെ ചുമ വരുന്നത് നമ്മളുടെ ഏറ്റവും, അതായത് സ്റ്റൊമക്കും എപ്പിഗാസ്ട്രിക് റീജിയൻ ആണ്. അതായത് നമ്മുടെ വയറിന്റെ മുകളില് ഇതാണ് എപ്പിഗാസ്ട്രിക്. ആ എപ്പിഗാസ്ട്രിക് ഏരിയയിൽ നിന്ന് വന്ന് അത് ചിലപ്പോൾ ലെഫ്റ്റ് ചെസ്റ്റിലോട്ട് പോലെ ഡീവിയേറ്റ് ചെയ്യും. അതായത് ഏറ്റവും താഴെ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഡീപ്പ് ഡൗൺ ആംബ്രോഗ്രീസ ഒക്കെ പറഞ്ഞ പോലെ, പക്ഷെ കുറച്ചും കൂടി ഇതാണ്. പക്ഷെ അവിടെ നിന്ന് വന്ന് നമ്മൾ ഗ്യാസ് ആണെന്ന് പറയും, പക്ഷെ അത് റേഡിയേറ്റും ചെയ്യും, റേഡിയേറ്റിംഗ് പെയിനും കൂടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ബിസ്മത്ത് നമ്മൾ ഇൻഡിക്കേറ്റഡ് ആകും. ബിസ്മത്തിന് വേറെയും കുറെ ഇൻഡിക്കേഷൻസ് ഉണ്ട്. കുറെ ബിസ്മത്തിന്റെ നമുക്ക് കുറെ ഉണ്ട്. അത് ഞാൻ ഇത് അടുത്ത വേറെ ടോപ്പിക് ആയിട്ട് തന്നെ നമുക്ക് കൊണ്ടുവരാം. ഇത് ഫോർമലിൻ ഡിസ്നിയ എന്നൊക്കെ ഒന്നും വായിക്കില്ല, അത് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ആണ്. ഡ്രൈ കഫ് ഫോർമലിൻ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? അതിന്റെ വേപ്പർ വന്നാൽ തന്നെ നമുക്ക് ശ്വാസം. നമ്മൾ പണ്ട് അനാറ്റമി ഡിസെക്ഷൻ ഒക്കെ പോയി കഴിഞ്ഞാൽ അതൊന്നും ഫോർമലിന്റെ ആ സ്മെല്ല് കണ്ടാൽ തന്നെ നമുക്ക് ചിലപ്പോൾ സഫോക്കേഷൻസ് വരും, ഇത് വരും. ഓക്കെ, അപ്പൊ അതേ സാധനം ഡോക്ടറിനോ സിഗ്നേച്ചർ ഇവിടെ തന്നെ ഇവിടെയും കൂടി ഒന്ന് അപ്ലൈ ചെയ്യാം. ഇവിടെയും കൂടി ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, സഫോക്കേഷൻസ് വരും, നമുക്ക് ചുമ വരും. സെയിം തിങ്, ഫോർമലിൻ ക്യാൻ ബി യൂസ്ഡ് ആസ് എ മെഡിസിൻ ഫോർ ക്യൂറിങ് ഡ്രൈ കഫ്സ്. ഓക്കെ, പിന്നെ മെന്ത പെപ്പറേറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന മെഡിസിൻ. എന്നാലും ഞാൻ ഒന്നും കൂടി പറയാം.
വോയിസ് ഭയങ്കര മോശമായിട്ടുണ്ടാവും, സ്മോക്ക് അഗ്രവേഷൻ ആണ്. മെന്തയുടെ വലിയൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ തൊണ്ടക്കുഴിന്നായിരിക്കും ചുമ വരും. അപ്പൊ അതാണ് ഓരോ പാർട്സും ഓരോ ലൊക്കേഷന്റെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മെന്ത എന്ന് പറയുന്നത് നമ്മൾ അല്ലാതെ തന്നെ നമ്മളുടെ മെഡിസിൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് സൂത്ത്സ്, ഒരു പെപ്പർമിന്റിന്റെ ഒക്കെ നമുക്കൊരു സൂത്തിങ് എഫക്ട് കിട്ടും. ഓക്കെ, ചൂവബിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കും. ഈ ചൂവബിൾ ആയിട്ട് എങ്ങനെ കൊടുക്കും? നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ മെന്ത ചൂവബിൾ ആയിട്ട് കൊടുക്കാൻ? മെന്ത ടിഞ്ചർ നമ്മൾ ഒരു ക്യാംഫറൊക്കെ ഇടുന്ന പോലെ നമ്മളുടെ ഗ്ലോബ്യൂളിൽ മിക്കവാറും നമ്പർ 60 ഗ്ലോബ്യൂളിൽ ഇട്ട് കഴിഞ്ഞാൽ അതൊന്ന് വായിലിടാൻ പറഞ്ഞാൽ നമ്പർ 60 ഒരു 2-3 കൊടുത്ത് ഒന്ന് ചൂസ് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര ഒരു സോഫ്റ്റ് അല്ലെങ്കിൽ സ്മൂത്തനിങ് എഫക്ട് കിട്ടും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മളുടെ മെഡിസിൻ വി ഹാവ് ടു എന്താ ജഗിൾ ഔട്ട് ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻസ്. ഓക്കെ, ചിലവർക്ക് ഇങ്ങനെയും കൊടുക്കേണ്ടി വരും, ചിലർക്ക് മെന്ത ടിഞ്ചർ ആയിട്ട് കൊടുക്കേണ്ടി വരും, ചിലർക്ക് 30 ആയിട്ട് കൊടുക്കണം. പക്ഷെ മെന്ത ആസ് ഇറ്റ് ഈസ് നമുക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ് ഒന്നാണ്. ഓക്കെ, മാക്ഫോസിന്റെ അഗ്രവേഷൻ താഴെ വെറുതെ ഒന്ന് കിടന്നു കഴിഞ്ഞാൽ ചുമ വരും. ഓക്കെ, താഴെ കിടന്ന ചുമ വരും. ദാറ്റ് ഈസ് മാക്ഫോസ്. കഫ് ഇത് മെന്ത. അത് കഴിഞ്ഞാൽ മെന്തോളും മെന്തയും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. മെന്തോൾ കുറച്ചും കൂടിയും സിന്തറ്റിക് ആ ഒരു ഇതിൽ വരുന്നതാണ്, നാച്ചുറൽ നമ്മളുടെ ബോഡി പ്രൊഡക്റ്റ് ഒക്കെ തന്നെ. പക്ഷെ മെന്ത ഇസ് എ പ്ലാന്റ്, മെന്തോൾ ഇസ് ഡിഫറെന്റ്. ഓക്കെ, കഫ് വിത്ത് സ്റ്റാബിങ് പെയിൻ നമ്മളുടെ ബോഡിയിൽ മുഴുവൻ അത്രയ്ക്ക് പെയിൻഫുൾ ആയിരിക്കും. അത് ആസ്മാറ്റിക് ബ്രീത്തിങ് വിത്ത് ഹെഡേക്ക് ആണ്. നമ്മുടെ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലവേദന കൂടുതൽ വരും. തലവേദന കൂടുതൽ ചിലപ്പോൾ സൈനസൈറ്റിസ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മണപ്പിക്കാനും കൊടുക്കാം. പക്ഷെ നമ്മളൊരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ സൈനസൈറ്റിസ് വിത്ത് ചുമ ഇതൊക്കെ വന്ന് ഭയങ്കര നോസ് ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ ഫൈറ്റ് ചെയ്യണത് ആരായിട്ടാണ്? ഒന്നില്ലെങ്കിൽ അലോപ്പതിക്കാര്, ആയുർവേദം. ഞാനിപ്പോ ഇവിടെ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് ചുറ്റിനും ഒരു 10 മൾട്ടി സ്പെഷ്യാലിറ്റി തന്നെയുള്ള സ്ഥലമാണ്. ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലും ഹ്യൂജ് ഹോസ്പിറ്റൽസിലും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് റിലീഫ് ഉണ്ടാക്കണം. ഓക്കെ, അതിന് നമ്മൾക്ക് ചെയ്യേണ്ട കാര്യം യൂക്കാലിപ്റ്റസ് ടിഞ്ചർ, മെന്തോൾ ടിഞ്ചർ നമ്മളൊരു ഇത് ഉണ്ടാക്കി വെക്കുക. റോളോണോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു മെഡിസിൻസ് ഉണ്ടാക്കി വെക്കുക. എൻ്റെ അടുത്തുള്ളത് ഗുൽത്തേരിയ ഓയിൽ, ടിഞ്ചർ അല്ല, ഗുൽത്തേരിയ ഓയിൽ, യൂക്കാലിപ്റ്റസ്, മെന്തോള്, ക്യാംഫർ, അങ്ങനെ ഒരു 3-4 മെഡിസിൻസ് മിക്സ് ചെയ്തിട്ട് എനിക്ക് വിക്സ് പോലെ യൂസ് ചെയ്യാനുള്ള ഇതുപോലെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുവരെ ഒന്നില്ലെങ്കിൽ റോൾ ഓണിൽ ഇട്ട് കൊടുക്കുക. റോൾ ഓണിൽ ഇട്ടിട്ട് അത് വിക്സ് പോലെ പറ്റിക്കോളാൻ പറയാം, അല്ലെങ്കിൽ ഒന്ന് മണപ്പിച്ചോളാൻ പറയാം. ഒരു വിത്തിൻ 5 മിനിറ്റ്സ് നോസ് കഞ്ചഷൻ മാറും. നമ്മളുടെ മെഡിസിനും കൊടുക്കുക. പേഷ്യന്റ് വിൽ സ്ലീപ് പ്രോപ്പർലി. ഒരു റിലീഫ് ആയിട്ട് കിടന്ന് ഉറങ്ങും. നെക്സ്റ്റ് ഡേ 50-60% ബെറ്റർ. അപ്പൊ നമ്മൾ കുറച്ചൊക്കെ പ്രാക്ടിക്കലി ആയിട്ട് ചിന്തിക്കേണ്ട സമയമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഞാൻ ക്ലാസിക്കലുകാരെ നമ്മൾ അത്രയ്ക്കും റെസ്പെക്ട് ചെയ്യണം. കാരണം വെച്ചാൽ അത് കണ്ടുപിടിച്ച് കൊടുക്കണമെങ്കിൽ ചില്ലറ പണിയൊന്നുമില്ല. പ്രത്യേകിച്ച് അക്യൂട്ട് കേസസിൽ നമ്മൾ തന്നെ പാനിക് ആവും. പ്രത്യേകിച്ച് ബിഗിനേഴ്സ് എന്ന് പറയുമ്പോൾ, കാരണം എനിക്കറിയാം ബിഗിനേഴ്സിന്റെ മൈൻഡ്. കാരണം വെച്ചാൽ ഐ ഹാവ് ലോട്ട് ഓഫ് ബിഗിനേഴ്സ് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, അവർക്ക് മെഡിസിൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ അപ്രഹെൻഷൻസും അവരുടെ പേടിയും അക്യൂട്ട് കേസുകൾ വരുമ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസും അത് ഉണ്ട്. അതൊരു സീനിയർ മെന്റർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുമ്പോൾ നമ്മൾ പെട്ടെന്നുള്ള കാര്യങ്ങൾ അവർക്കൊരു പേഷ്യന്റിനെ പിടിച്ചു നിർത്തി അത് കൊടുക്കുക, റിലീഫ് കൊടുക്കുക, നെക്സ്റ്റ് ഡേ മാറുക, അല്ലെങ്കിൽ വിത്തിൻ എ ഡേ ഓർ 2 അത് മാറുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം. അപ്പോൾ അതാണ് ഞാൻ ഇപ്പൊ ഇവിടെ ഇതൊക്കെ മെഡിസിൻസ് യൂസ്ഫുൾ ആണ്. ഞാൻ ഈ ടെക്നിക്സും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ വിക്സ് അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് കൊടുത്തു? നമ്മളുടെ മെഡിസിൻസ്, നാച്ചുറൽ മെഡിസിൻസ് നമുക്ക് ഉണ്ടെങ്കിൽ വൈ ഡോണ്ട് വി യൂസ് ഇറ്റ്? ഓക്കെ, അതാണ് എൻ്റെ പോളിസി. എനിവൺ കൻ ഡിഫർ. അത് എൻ്റെ
ഞാൻ അതിലൊന്നും ഇടപെടില്ല, എനി വൺ കൻ ഡിഫർ. പക്ഷെ എൻ്റെ ആവശ്യം ബ്രോങ്കൈറ്റിസ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് നമ്മളിപ്പോ നേരത്തെ ഇത്രയും പറഞ്ഞ കഫ് ബ്രോങ്കൈറ്റിസ് ഒക്കെ ഏകദേശം മെഡിസിൻസ് ഒക്കെ ഏകദേശം അത് തന്നെ വരുന്നുണ്ട്. എന്നാലും നമുക്ക് ഒന്നും കൂടി ഞാൻ കുറച്ച് മെഡിസിൻസ് ഞാൻ ആഡ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്യണത്. 90% കേസുകളും മെഡിസിൻസ് നിങ്ങൾ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് ആണ്. ഇതൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് ആണ്. അതിൽ ഇപ്പൊ ബ്രോങ്കൈറ്റിസിനൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് സെനേഗയാണ്. കാരണം വെച്ചാൽ ആഫ്റ്റർ കോവിഡ് മിക്കവാറും ബ്രോങ്കൈറ്റിസ് വന്നു കഴിഞ്ഞാൽ ഇത് ചെസ്റ്റിന് ഒരു മാതിരി ഫൈബ്രോട്ടിക് ചേഞ്ച് അല്ലെങ്കിൽ ഒരു എക്സ്പാൻഷൻ കിട്ടാത്ത ബുദ്ധിമുട്ടുള്ളതിൽ ഞാൻ സെനേഗയും സ്റ്റിക്റ്റയും കൊടുക്കുന്നുണ്ട്. ഫോസ്ഫറസ് പിന്നെ നിങ്ങൾക്കറിയാം, റൂമക്സ് ഒക്കെ നിങ്ങൾക്കറിയാം. പക്ഷെ ഇപ്പൊ വേറൊരു ഒരു ട്രെൻഡ് കുറച്ച് നാളായിട്ട് ഞാനൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ബ്രോങ്കൈറ്റിസും ബ്രോങ്ക്യോൾസും ന്യൂമോണിയ പോലെ വരുന്ന കേസുകൾക്ക് ന്യൂമോകോക്സിൻ ഫസ്റ്റ് ഒരു 1-2 ഡോസ് കൊടുത്തിട്ട്, ഫസ്റ്റ് ഡോസ് ന്യൂമോകോക്സിൻ കൊടുത്തിട്ട് നമ്മൾ ഇൻഡിക്കേറ്റഡ് മെഡിസിൻസിലോട്ട് പോകുമ്പോൾ കുറച്ചും കൂടിയും റിസൾട്ട് ഫാസ്റ്റർ ആയിട്ട് വരും. അത് ന്യൂമോകോക്സിൻ ആവാം, ഇൻഫ്ലുവൻസിൻ ആവാം, ചിലപ്പോൾ മയാസ്മാറ്റിക് മെഡിസിൻസ്. ഇപ്പൊ ആസ്മയിലൊക്കെ ഞാൻ ആദ്യം ചിലപ്പോൾ കൊടുക്കാം മെഡോറിനം ഒരു ഡോസ് കൊടുത്തിട്ടായിരിക്കും നമ്മളുടെ മെഡിസിൻസ് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വോണ്ട് ടു കട്ട് ഷോർട്ട് ആൻഡ് മേക്ക് അവർ ആ ഒരു വേ പെട്ടെന്ന് ഉണ്ടാക്കുക എന്നുള്ള. ന്യൂമോകോക്സിൻ കൊടുക്കുന്നത് പാത്തോളജിക്ക് ന്യൂമോകോക്സിൻ അതിന്റെ ബാക്ടീരിയ ന്യൂമോകോക്സിൻ നോസോഡാണ്. അപ്പൊ അതിൽ നിന്ന് യൂസ് ചെയ്യുന്ന ഒരു മെഡിസിൻസിന്റെ അത് കൊടുക്കുക. അതുപോലെ ഡ്രൈ കഫ് ഒക്കെ ആണെങ്കിലും, ഡ്രൈ കഫ് ആണെങ്കിൽ പെർട്ടൂസിൻ കൊടുക്കും. പെർട്ടൂസിൻ 1 ml അത് കൊടുക്കാറുണ്ട്. ഓക്കെ, പെർട്ടൂസിൻ ആണ് ഫസ്റ്റ് ചിന്തിക്കുക. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി. പെർട്ടൂസിൻ മെഡിസിൻ ആയിട്ടും കൊടുക്കും, പെർട്ടൂസിൻ ഹയർ പൊട്ടൻസി ആയിട്ടും. ഓക്കെ, അതുപോലെ ഇൻഫ്ലുവൻസിനും പറഞ്ഞു, ന്യൂമോകോക്സിൻ പറഞ്ഞു. പിന്നെ ഇതുപോലെ കൊടുക്കുന്ന മെഡിസിൻസ് ആണ്. സ്നീസിങ് ഒക്കെ ആണെങ്കിൽ സൊറൈനം കൊടുക്കും, ആസ് എ മെഡിസിൻ കൊടുക്കും ചിലപ്പോൾ. പക്ഷെ മിക്കവാറും സൊറൈനം ഞാൻ കൊടുക്കുന്നത് 1 ഒരു ഡോസ് കൊടുത്തിട്ട് പിന്നെ നമ്മളുടെ ഇൻഡിക്കേറ്റഡ് മെഡിസിൻസ്. ഓക്കെ, അപ്പൊ ബ്രോങ്കൈറ്റിസിലും കാലിബൈക്കും നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷെ എന്റെ മിക്കവാറും ഹിപ്പോസിയാനും സ്റ്റാനം, ബ്രോങ്കൈറ്റിസിലെ സ്റ്റാനം ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന മെഡിസിൻസിലാണ്, വേറെ ഒന്നുമില്ല. പിന്നെ കുറച്ച് റെയർ മെഡിസിൻസ് പറഞ്ഞു വെച്ചാൽ ഈ ആന്റിമെസ്സേ എന്ന് പറയും. ആന്റിയുടെ ഗ്രൂപ്പിൽ തന്നെ സൾഫ്യൂറേറ്റം, ഒറേറ്റം എന്നുണ്ട്. ഓറോഗ്രേറ്റം, അങ്ങനെ ഓറോഗ്രേറ്റം അതാണ് അതിന്റെ ഫുൾ പേര്. ഓക്കെ, ഇതൊക്കെ ആന്റിംടാറ്റിന്റെ ഗ്രൂപ്പിൽ വരുന്നതാണ്. പക്ഷെ അതിലും കുറച്ചും കൂടി ഡീപ്പർ ആയിട്ടാണ് വരുന്നത്. ആന്റിംടാറ്റും ഇപ്പിക്കാക്കും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. ബെൽസാരം പെരുവിക്കം ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ ഇതില് ബ്രോങ്കൈറ്റിസിൽ ചില ബെൽസാരത്തിന്റെ വിത്ത് റോങ്കയാണ്. മറ്റേ നമ്മുടെ ആന്റിംടാറ്റ്, ഇപ്പിക്കാക്ക് അങ്ങനെയുള്ള ഒരു റോങ്കെ ടൈപ്പ് ആയിട്ടുള്ള ഇതിലാണ് ബെൽസാരം നമുക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. പ്ലാന്റ് ആണ്. ഇറ്റ്സ് വൺ ഓഫ് ദ നല്ലൊരു ആക്ഷൻ കിട്ടുന്ന മെഡിസിൻ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പറയുമ്പോൾ ഇൻഡിക്കേഷൻസ് എത്രത്തോളം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിക്കേഷൻസ് വളരെ കുറവാണ്. ചിലപ്പോൾ റഫ് ആയിരിക്കും. നിങ്ങൾക്ക് ക്ലീൻ ടങ്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഗോ ഫോർ ഇപ്പിക്കാക്ക്. ആന്റിംടാറ്റിന്റെയും ആന്റിം ഗ്രൂപ്പിന്റെയും നിങ്ങൾക്ക് ടങ്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ നമ്മൾ ചിലപ്പോൾ ടങ്കിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ആന്റിംടാറ്റിന്റെ സിംറ്റം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതില്ല. ഇപ്പിക്കാക്കിന്റെ സിംറ്റം ആണ്. ടങ്ക് ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇപ്പിക്കാക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കോട്ടിംഗ് ഉണ്ടോ? ഇല്ല. അപ്പോൾ യു ക്യാൻ തിങ്ക് അബൌട്ട് ബെൽസാരം. ഓക്കെ, പിന്നെ ഫൈബ്രോനസ് എന്ന് പറഞ്ഞ മെഡിസിൻ ഉണ്ട്. ഫൈബ്രോനസ് എന്ന് പറഞ്ഞ മെഡിസിൻ ഇതേപോലെ തന്നെ വരുന്നതാണ്. കുറച്ചും കൂടിയും ഡ്രൈ ആയിരിക്കും. പക്ഷെ നമ്മൾ ചെത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ റോങ്ക് ഉണ്ടാവും, ക്രിപ്സ് ഉണ്ടാവില്ല. ക്രിപ്സ് കിട്ടാൻ പാടായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ ബാക്കി മെഡിസിൻസ് ചിലപ്പോൾ നമുക്ക് ആക്ട് ചെയ്തില്ലെങ്കിൽ തിങ്ക് അബൌട്ട് ദിസ് മെഡിസിൻസ്. Calcarea aceticum is one of the best medicine for bronchitis. Okay,
അമോണിയം ഡൊറേമ, അമോണിയം ബ്രോം ഉണ്ട്, അമോണിയം ഉണ്ട്, അമോണിയം ഡൊറേമ എന്ന് പറഞ്ഞ മെഡിസിൻസ് ഉണ്ട്. അമോണിയം ഗ്രൂപ്പിൽ വെച്ച് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മെഡിസിൻസ് ആണ്. അതിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാല് അമോണിയം ഗ്രൂപ്പിന്റെ തന്നെ നമ്മൾ പറയില്ല, സ്നീസിങ് ഉണ്ടാവും, ഇത് വരും, ബ്രോങ്കൈറ്റിസ് വരും. അമോണിയം ഗ്രൂപ്പിന്റെ ഒരു സിംറ്റം ഏറ്റവും സഫിസ്റ്റിക്കേറ്റഡ്, അതായത് കുറച്ചുകൂടി ഡെപ്തിൽ നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ ആണ് അമോണിയം ഡൊറേമ. ഓക്കെ, അമോണിയം ഗ്രൂപ്പ് യൂസ് ചെയ്യുന്നവർക്ക് ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, വായിച്ചു നോക്കും. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഈ ഹാർഡ് വർക്കേഴ്സ്, ഇതൊക്കെ കല്ല് പൊട്ടിക്കുന്നതും മെയിൻ്റനൻസ് നമ്മൾ കൽപ്പണിക്കാരും ഈ ഇതൊക്കെ പൊക്കുന്നവർക്ക് ഇങ്ങനെ ഒരു ബ്രോങ്കൈറ്റിസ് വരികയാണെങ്കിൽ തിങ്ക് അബൌട്ട് സൈലീഷ്യ. ഓക്കെ, സൈലീഷ്യ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ് ഇങ്ങനെയുള്ളവർക്ക്. ഓക്കെ, ഇപ്പോ ഇത് വന്നു, ബ്രോങ്കൈറ്റിസ് വന്നു, പക്ഷെ ലെഫ്റ്റ് സൈഡിലോട്ട് ചെരിഞ്ഞ് കിടക്കാൻ പറ്റില്ല എന്ന് പറയണമെങ്കിൽ പിന്നെ എൻ്റെ ഫേവറേറ്റ് മെഡിസിൻ ആണ് ഫോസ്ഫറസ്. ഫോസ്ഫറസ് പിന്നെ ഞാൻ എന്ത് വന്നാലും കൊടുക്കും. പിന്നെ ഈ ഒരു സിംറ്റംസും കൂടി ഉണ്ട്, കഫ് ഉണ്ട്, നമ്മൾ ഇത് വന്നിട്ടുണ്ട്, കൂടുതൽ വന്നിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ചെരിഞ്ഞ് കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കൻ തിങ്ക് അബൌട്ട് ഫോസ്ഫറസ്. ഓക്കെ, പിന്നെ വേറൊരു മെഡിസിൻ ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ഇതിൽ വന്നിട്ടുണ്ട് ഭാഗത്തിന്. കൺസ്ട്രക്ഷൻ ഓഫ് ചെസ്റ്റ്. നമുക്ക് കൺസ്ട്രക്ഷൻ ഓഫ് ചെസ്റ്റ് വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട മെഡിസിൻസിലൊക്കെ ഒന്നാണ് കാക്ടസ്. ചുമയുണ്ട്, പക്ഷെ വിത്ത് കൺസ്ട്രക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഏപ്പിയം ഗ്രനേറ്റം എപ്പോഴും യൂസ് ചെയ്യേണ്ട വരില്ല. കാക്ടസിൽ മിക്കവാറും കിട്ടും, കാക്ടസിൽ ചിലപ്പോൾ കാക്ടസ് ഇല്ല നമ്മുടെ അടുത്ത് കൊടുക്കാനില്ലെങ്കിൽ ഇതും നല്ലൊരു മെഡിസിൻസിലാണ്. ജസ്റ്റീഷ്യ നിങ്ങൾക്കറിയാം, നാട്രം സൾഫിന് നാട്രം സൾഫും അർജന്റം മെറ്റാലിക്കും ഈ ഒരു സിംറ്റം. നാട്രം സൾഫിന്റെ സിംറ്റം എന്താ? ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, നമുക്ക് ബ്രെത്ത് എടുക്കാൻ ബുദ്ധിമുട്ട് വരും ഈ ബ്രോങ്കൈറ്റിസ് വരുമ്പോൾ. അതേ സിംറ്റം നമുക്ക് കിട്ടും ചിലപ്പോൾ അർജന്റം മെറ്റാലിക്ക. ഓക്കെ, ആ ഒരു സിംറ്റം ഞാൻ പറയാൻ വിട്ടുപോയി. നാട്രം സൾഫ് ഞാൻ എഴുതി ഒന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഒരു സംഭവം. ഓക്കെ, നാട്രം സൾഫ്. ക്രിസോട്ടെ എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്, എത്ര പേര് വായിച്ച് കൊടുത്തിട്ടുണ്ടോ? വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഇറ്റാലിക്സിൽ ഒറ്റ വരിയേ ഉള്ളൂ, പക്ഷെ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടും. ആ ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുള്ളത് വീക്ക്നെസ്, ബ്രോങ്കൈറ്റിസ്, ഷാർപ്പ് പെയിൻ ഉണ്ട്, ചെസ്റ്റ്. ക്രിസോട്ടെ എന്ന് പറയും. കാപ്സിക്കം എല്ലാവർക്കും അറിയാം, പക്ഷെ കാപ്സിക്കത്തിന്റെ മൂക്കിലാണ് പ്രശ്നമെങ്കിൽ വേദന വരുന്നത് ചെസ്റ്റിലായിരിക്കും, ചിലപ്പോൾ കാലിലായിരിക്കും. അപ്പൊ പെയിൻ റേഡിയേറ്റിംഗ് ഫ്രം, നമ്മൾ ഒരു ബന്ധമില്ലാത്ത സ്ഥലത്ത് ചിലപ്പോൾ റേഡിയേറ്റ് ചെയ്ത് തരാം. കാപ്സിക്കം എന്ന് പറയുന്നത് നമ്മളുടെ ഇതാണ്, എന്താ പറയാ, ബെൽ പെപ്പർ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമ്മളുടെ മുളക് ഭാഗത്തിൽ വരുന്ന ഒരു സാധനം ആയതുകൊണ്ട് അതിന്റെ സിംറ്റംസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ക്ലോറം അത് വേറെ ഒന്ന്. ഓക്കെ, സാംപുക്കസ് ഉണ്ട്, കാക്ടസ് ഉണ്ട്. കാക്ടസ് ഞാൻ പറഞ്ഞില്ല, കാക്ടസ് ഇതുള്ളത്. പിന്നെ നമുക്ക് ചിന്തിക്കേണ്ട മെഡിസിൻ ആണ് നമ്മൾ അമൈൽ നൈട്രേറ്റ്. ഓക്കെ, പിന്നെ പെയിൻ ഇൻ ദ കോസ്റ്റൽ കാർട്ടിലേജ്, അതായത് നമ്മളുടെ ഇത് വരൂലേ, എന്താ പറയാ, ഹെർപ്പിസ് ഒക്കെ വരുന്ന പോലെ നമുക്കൊരു ചിലപ്പോൾ പെയിൻ വരും. ചുമയുടെ ബ്രോങ്കൈറ്റിസിന്റെ കൂടെ ഈ കാർട്ടിലേജിന്റെ സൈഡിൽ ഉള്ളിൽ കൂടെ ഒക്കെ ഒരു പെയിൻ വരും. ഹെർപ്പിസ് അല്ല, ഹെർപ്പിസ് ഞാനൊരു കമ്പയർ ചെയ്തു എന്ന് മാത്രം. ഹെർപ്പിസിന് പെയിൻ വരുമല്ലോ ഇന്റർകോസ്റ്റൽ ഏരിയയിൽ, അതേപോലെ പെയിൻ പറയണം ഡോക്ടറെ. നമ്മുടെ ഈ ചുമയൊക്കെ ചിലപ്പോൾ വേദന എന്ന് പറയുന്നത് നമ്മൾ ഈ എല്ലൊക്കെ പൊട്ടു എന്നുള്ള പോലത്തെ വേദന വരും. ചിലപ്പോൾ ഈ വേദന നല്ലോണം ഉണ്ട് ഡോക്ടറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്ക് അബൌട്ട് സിമിസിഫിഗ, റൂട്ട. ഓക്കെ, അതുപോലെ ബ്രസ്റ്റിന്റെ താഴെ നല്ല പെയിൻ വെച്ച് ചുമ, ബ്രോങ്കൈറ്റിസ്, എന്ത് സിംറ്റംസ് വന്നു, സിമിസിഫിഗ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. ഓക്കെ, ഇന്റർകോസ്റ്റൽ പെയിൻ, അതായത് കോസ്റ്റൽ വേറെ നമുക്ക് ഇതൊക്കെ അസാരിഡക്ട ഇൻഡിക്ക. ഓക്കെ, എസ്ക്ലപ്പിയസ് നിങ്ങൾ നല്ലോണം ആലോചിക്കേണ്ട വായിക്കേണ്ട മെഡിസിൻസിൽ ഒന്നാണ് എസ്ക്ലപ്പിയസിന് കുറേ എന്താ പറയാ, നമുക്ക് ഡെയിലി പ്രാക്ടീസിന് പറ്റുന്ന മെഡിസിൻസിൽ ഒന്നാണ് എസ്ക്ലപ്പിയസ്. നിങ്ങൾ വെറുതെ ബോറിക്കെടുത്ത് ഞാൻ 5-6 വരിയുള്ളൂ, പക്ഷെ ആ 5-6 വരി അല്ലെങ്കിൽ ഒരു 10 വരി കാണും ചിലപ്പോൾ. ആ 10 വരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 സിസ്റ്റമാണ്.
അതെല്ലാം ഇൻഡിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് കളയാൻ പറ്റുന്ന ഒരു മെഡിസിൻ അല്ല എസ്ക്ലെപ്പിയാസ്. അസാരഡിക്ട ഇൻഡിക്കയും ഇതേപോലെ കൊടുക്കാം. റെനൻക്ലസ് ബൾബോസ് ലോവർ പോർഷൻ ഓഫ് ദ ചെസ്റ്റ്, സിഫിലിനം, ലൊബേലിയ, ഓക്സാലിക് ആസിഡ് ലോവർ പോർഷൻ ഓഫ് ദ ചെസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മെഡിസിൻ ലെഫ്റ്റ് സൈഡ് ബാസിലിനം ഉണ്ട്, പിന്നെ നേരത്തെ ബറൈറ്റാമ്യൂർ, പിന്നെന്താണ് ഞാൻ പോകുന്ന രണ്ട് കാര്യങ്ങളും പറഞ്ഞല്ലോ. എസ്ക്ലെപ്പിയാസ് നേരത്തെ പറഞ്ഞില്ലേ, ട്യൂബറോസ, അതൊക്കെ വരുന്നതാണ് ലെഫ്റ്റ് ലോവർ. അപ്പൊ ഓരോ വരിയും എസ്ക്ലെപ്പിയാസിലൊക്കെ ശരിക്കും വായിച്ചു കഴിഞ്ഞാൽ ഓരോ വരിയും നമുക്ക് മെഡിസിനാണ്. അത് ഇൻഡിക്കേറ്റഡ് മെഡിസിനാണ്, നമ്മൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോണതല്ല. ഓക്കെ, ഇൻഡിക്കേറ്റഡ് മെഡിസിൻസ് നമുക്ക് എപ്പോഴും യൂസ് വരുന്ന മെഡിസിൻ. നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇമ്പോർട്ടൻസ് അറിയാൻ പറ്റും. ഞാൻ വെറുതെ വന്നിട്ട് കുറെ മരുന്ന് പറയണതല്ല, അത് വായിക്കുക ഇമ്പോർട്ടന്റ് ആണ്. കാരണം ലൊക്കേഷൻ ഇസ് ഇമ്പോർട്ടന്റ്. അതുകൊണ്ടാണ് ഈ മെഡിസിൻ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. സബ്സ്റ്റേണൽ, അതായത് സ്റ്റേണം ബോണിന്റെ താഴെ, അതായത് നമ്മുടെ എപ്പിഗാസ്ട്രിക് ഏരിയയിൽ ഡയസ്കോറിയ വരുന്നുണ്ട്, ക്രിയോസോട്ട് വരുന്നുണ്ട്. ക്രിയോസോട്ട് ഒന്നും നമ്മൾ ചിന്തിക്കാത്ത മെഡിസിൻ. കെ ആണ്, സി അല്ല, കെ ആണ്. സാങ്കുനേറിയ, കോസ്റ്റിക്കം, ബ്രയോണിയ, പിന്നെ വരുന്നത് കണ്ടില്ലേ, ഇത് തന്നെ. ഓക്കെ, അപ്പൊ ഇത്രയും മെഡിസിൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ മെഡിസിൻസ് ആണല്ലോ. നമ്മൾ വെറുതെ ഒരു 10, 15, 20 മെഡിസിൻ മാത്രം പോരാ നമ്മുടെ ഡേ ടു ഡേ പ്രാക്ടീസസ്. ബെൻഡിങ് ഫോർവേഡ്, ചുമ ബെൻഡിങ് ഫോർവേഡ്, ബ്ലോട്ടിങ്, സൾഫർ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. എവിടെയോ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ മറന്നു. മെഡിസിൻ വൺ ഓഫ് ദ നല്ലൊരു മെഡിസിനും കൂടിയാണ്. ഞാനത് കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാം, എവിടെയെങ്കിലും ഗ്രൂപ്പിലിടാം, ഓർമ്മ വരുന്നില്ല. ബെൻഡിങ് ഫോർവേഡ്, സൾഫർ. ഓക്കെ, ചുമ ഫ്രം വാക്കിംഗ്, അഗ്രവേഷൻ വാക്കിംഗ്, അത് ചിലപ്പോ എന്താ പറയാ, കാർഡിയാക് ഫെയിലിയർ അല്ലെങ്കിൽ കാർഡിയാക് CCFന്റെ ലാസ്റ്റ് സ്റ്റേജസ് ഒക്കെ ആയിരിക്കും. ഡിസ്നിയ ഓൺ എക്സേഷൻ, ഡിസ്നിയ ഓൺ വാക്കിംഗ്. ഓക്കെ, ജുഗ്ലൻസ് റീജിയ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. ജുഗ്ലൻസ് റീജിയ വേറെ എന്തിനാ നമ്മൾ കൊടുക്കുക? ആക്സിലറി ആബ്സെസ്. ജുഗ്ലൻസ് റീജിയ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ ആക്സിലറി ആബ്സെസ്. ഓക്കെ, റെനൻക്ലസ് ബൾബോസസ്. ഇങ്ങനെ നടക്കുമ്പോൾ വെറുതെ സ്ലോ ആയിട്ട് നടന്നാലും എക്സേഷൻ ചെയ്താലും, ചെറിയൊരു എക്സേഷൻ ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നത്. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. സ്റ്റെത്തസ്കോപ്പ് ഉപയോഗിച്ച് ശരിക്കും എക്സാമിൻ ചെയ്ത് നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. എക്സ്റേ എടുക്കേണ്ടത് എക്സ്റേ എടുക്കണം, CT എടുക്കേണ്ടത് CT എടുക്കേണ്ട കേസാണ്. നമുക്ക് പറ്റണില്ല, അതിന്റെ 4th grade ആണ്. നമ്മളുടെ സ്റ്റേജസ് മാറിക്കഴിഞ്ഞാൽ വി ക്യാൻ ഗിവ് ദിസ് മെഡിസിൻ. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ടേക്ക് ദാറ്റ് കേസ് ഓൾസോ. പക്ഷെ നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പേഷ്യന്റ് നമ്മുടെ കൂടെ നിൽക്കും. കാരണം വെച്ചാൽ അവർക്ക് എല്ലാം അറിയാം, അവിടെ പോയിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോഴാണ് നമ്മുടെ അടുത്ത് ലാസ്റ്റ് സ്റ്റേജസിൽ വരുന്നത്. ഓക്കെ, ഫ്രം ടോക്കിംഗ്, കൂടുതൽ സംസാരിക്കുക അല്ലെങ്കിൽ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ കൂടത്ത് ഈ സ്റ്റാനോം ഇതൊക്കെ വന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാനോ ഒന്നും ഞാൻ കൊടുക്കാത്ത മെഡിസിൻ ആയിരുന്നു. പക്ഷെ കോവിഡ് നമ്മളെ പലതും പഠിപ്പിച്ചു. അതിന്റെ കൂട്ടത്തിൽ കിട്ടിയ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ് ഒന്നാണ് സ്റ്റാനം, ഡ്രോസറ. ഞാൻ കൂടുതൽ എഴുതാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറയാത്തത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന, അതിന്റെ ഇൻഡിക്കേഷൻസ് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഡ്രോസറ കൂടുതൽ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് ടോക്കിംഗ് അഗ്രവേഷൻ എന്ന് പറഞ്ഞ് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഈ 2 മെഡിസിൻ, കഫ് അഗ്രവേഷൻ ബൈ ടോക്കിംഗ്. സാർ ആരുടെങ്കിലും നമ്മളിപ്പോ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ചുമ ഭയങ്കരമായിട്ട് കൂടും. ഈ സിംറ്റംസ് കിട്ടിയാൽ മതി നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ. ഓക്കെ, അമുലറേഷൻ എന്റെ സ്റ്റാഫ് എഴുതിയതാണ്, സോറി. അമുലറേഷൻ ഓൺ ദ സെയിം സൈഡ്, അതായത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ആ സൈഡിലോട്ട് ചെരിഞ്ഞു കിടന്നാൽ കിട്ടുന്ന മെഡിസിൻ ആണ് ബ്രയോണിയ. സാറ് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ധൃതി പിടിച്ചിട്ടൊന്ന് നടക്കുകയാണെങ്കിൽ അപ്പ ചുമ വരുന്നത് ലൊബേലിയ. ഇതൊക്കെ സിമ്പിൾ സിംഗിൾ മെഡിസിൻസ് ആണ്. ഓക്കെ, ചെറിയ വാക്കിങ്ങില് നമ്മൾ പെട്ടെന്ന് നടക്കുമ്പോൾ ചിലപ്പോൾ ചുമ വരുന്നു, അതിന്റെ നമ്മൾ ചുമച്ചു തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ലൊബേലിയയും, കുറച്ച് മൂവ്മെന്റ് വരുന്നത് സ്റ്റാനം എന്തുകൊണ്ടാണ് വരുന്നത്? സ്റ്റാനത്തിന് വരുന്നത് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലങ്സ് ഓൾറെഡി പാരാലിസിസ് അല്ലെങ്കിൽ വീക്കാണ്. അതുകൊണ്ടാണ് സ്റ്റാനത്തിന് എക്സേഷൻ മൂവ്മെന്റ് ഇത് വരുന്നത്. അതിന്റെ കൂടെ ചിലപ്പോൾ കാർഡിയാക് പ്രോബ്ലം ഉണ്ടാവും. ആസിഡ് ഫോസ്,
ആസിഡ് ഫോഴ്സിനും ലീസ്റ്റ് എക്സേഷൻ, ആസിഡ് ഫോഴ്സ് എല്ലാത്തിനും സ്ലോ ആണല്ലോ. അപ്പോൾ ലീസ്റ്റ് എക്സേഷൻ കോസസ് ഇത് പറയണത് ആസിഡ് ഫോഴ്സും കൂടി നമുക്ക് ചിന്തിക്കാവുന്നതാണ്. പക്ഷെ ഇതൊക്കെ ഈ ലീസ്റ്റ് എക്സേഷൻ അഗ്രവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും പേഷ്യന്റിന്റെ ചെസ്റ്റ് എക്സാമിൻ ചെയ്യുക, അത് കൊടുക്കുക, അങ്ങനെ വേണം നമ്മൾ അതിലോട്ട് പോവാൻ. അല്ലാതെ വെറുതെ അയാൾ ലീസ്റ്റ് എക്സേഷൻ എന്നാൽ ഇത് കൊടുത്തേക്കാം അല്ല. നമ്മളുടെ ശരിക്കും നമ്മൾ ഡയഗ്നോസ് ചെയ്യുക, പേഷ്യന്റിനെ കൺവിൻസ് ചെയ്യുക, മെഡിസിൻ കൊടുക്കുക, പേഷ്യന്റ് വിൽ വെയിറ്റ്. ഓക്കെ, എല്ലാ കേസും നമുക്ക് മാറ്റണം പറ്റിയെന്നല്ല പറയുന്നത്, പക്ഷെ വി കൻ ട്രൈ. ഒരു 80% കേസ് വരെ, 80% 85% കേസ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് റെസ്പിറേറ്ററി കേസ്. ഇതിലോട്ട് പോണോ? 8 മിനിറ്റേ ഉള്ളൂ. ഇത് തുടങ്ങി നോക്കട്ടെ എത്രത്തോളം പറ്റും നോക്കാം. പാത്തോളജിയിലോട്ടൊന്നും ഞാൻ പോണില്ല. ഓക്കെ, കുറച്ച് ഈ ഒരു പേജിന്റെ മെഡിസിൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. അരേലിയ ബ്ലാറ്റ് ഞാൻ പോകുന്നില്ല, എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾക്കറിയാം. ആസ്മ, സാംപുക്കസിന്റെ ആസ്മ നിങ്ങൾക്ക് അറിയാലോ, വയറ് വന്ന് വീർക്കും, ഇത് വരും. സോ സാംപുക്കസ് വിത്ത് ബ്ലോട്ടഡ് അബ്ഡോമനും കൂടി ഉണ്ടെങ്കിൽ, ബ്രോങ്കിൽ ആസ്മ വിത്ത് ബ്ലോട്ടഡ് അബ്ഡോമൻ ആണെങ്കിൽ സാംപുക്കസ് ചിന്തിക്കാം. ഹൈഡ്രോസാനിക് ആസിഡ് 30, കുപ്രം അസറ്റിക്കം, ഈ 2 മെഡിസിൻസ് ആണ് എനിക്ക് ആസ്മയിൽ ഏറ്റവും കൂടുതൽ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള മെഡിസിൻസിലാണ്. ഇപ്പിക്കാക്ക്, ലൊബേലിയ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഗ്രിൻഡേലിയ, സ്റ്റെർക്കൂലിയ, ഈ 3 മെഡിസിൻ ഞാൻ കുറച്ചൊന്ന് പറയാം. സ്റ്റെർക്കൂലിയയുടെ ഇൻഡിക്കേഷൻ അനുസരിച്ച് ആസ്മ ആയിരിക്കും, പക്ഷെ അയാൾക്ക് പണിയെടുക്കാനോ അല്ലെങ്കിൽ എക്സേർട്ട് ചെയ്യുമ്പോൾ വലിയ പ്രശ്നങ്ങളില്ല. അയാൾ ഫിറ്റ് ആയിരിക്കും, നല്ല ആസ്മ ഉണ്ടാവും, പക്ഷെ ആൾക്ക് ഫീലിംഗേ വരുന്നില്ല ആസ്മ ഉണ്ടോ എന്നുള്ളത്. സ്റ്റെർക്കൂലിയയുടെ വേറൊരു ഗുണം എന്ന് വെച്ചാൽ, സ്റ്റെർക്കൂലിയ നമുക്ക് ഈ വെയിറ്റ് ലിഫ്റ്റേഴ്സിനൊക്കെ ഞാൻ ഹലോ ഈ സ്റ്റെർക്കൂലിയയുടെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ വെയിറ്റ് ലിഫ്റ്റേഴ്സിനൊക്കെ നമ്മുടെ മറ്റേ സ്റ്റിറോയിഡ് ഇഞ്ചക്ട് ചെയ്യില്ലേ, സ്റ്റിറോയിഡ് ഇഞ്ചക്ട് ചെയ്യുന്ന പേഷ്യൻസിനെ അവർക്ക് പകരം, സ്റ്റിറോയിഡ് ഇഞ്ചക്ഷന് പകരം കൊടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിനാണ് സ്റ്റെർക്കൂലിയ. ഓക്കെ, സ്റ്റാമിന കൂട്ടാൻ, അതല്ലെങ്കിൽ മാരത്തോൺ റണ്ണേഴ്സിന്, അവരൊക്കെ ഇപ്പൊ ചിലപ്പോ ഈ കുന്തം അടിച്ചിട്ടൊക്കെയാണ് മാരത്തോണിനും ഓട്ടത്തിനൊക്കെ പോകും. പക്ഷെ നിങ്ങൾ ഒരു ദിവസം മുമ്പ് സ്റ്റെർക്കൂലിയ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡോപ്പ് ടെസ്റ്റിൽ ഇത് കിട്ടില്ല. ഇതിന്റെ ഗുണം അതാണ്. ഓക്കെ, ഇറ്റ്സ് എ ഹെർബാണ്. അപ്പൊ അത് ഡോപ്പ് ടെസ്റ്റ് ചെയ്താലും ഈ സാധനം ചെക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു 2-3 ദിവസം അടുപ്പിച്ച് ഈ മരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സ്റ്റാമിനയാണ്, അവൻ മാരത്തോൺ അത്യാവശ്യം കവർ ചെയ്തിരിക്കും. സ്റ്റിറോയിഡിന്റെ ഒരു അത്രയൊന്നും ഇല്ലെങ്കിലും നല്ലൊരു റിസൾട്ടാണ്. കാരണം ഇത് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ എറണാകുളം ജിമ്മില് ഞാൻ കൊടുത്ത് പരീക്ഷിച്ച് ചെയ്തപ്പോഴാണ്. സായില് വരെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ മെഡിസിൻ, സ്റ്റെർക്കൂലിയ. സായിയുടെ വെയിറ്റ് ലിഫ്റ്റേഴ്സിനും ഇവരുടെ മാരത്തോൺ അല്ലെങ്കിൽ 400 മീറ്റേഴ്സ് ഇത് റിലേ ഓടുന്നവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡോപ്പ് ടെസ്റ്റിൽ പോലും കിട്ടില്ല. അപ്പൊ അതാണ് സ്റ്റെർക്കൂലിയ. അതേ സിംറ്റം ആണ് ഈ സ്റ്റെർക്കൂലിയയുടെ വരുന്നത്. ഓക്കെ, ബ്രോങ്കിലാസ്മ ഒക്കെ ഉണ്ടാവും, നല്ല നമ്മൾ ചെസ്റ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഇതൊക്കെ ഉണ്ടാവും, ക്രിപ്പിറ്റേഷൻ ഉണ്ടാവും, ചിലപ്പോൾ റോങ്കി ഉണ്ടാവും, പക്ഷെ അവനൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഈസ് ഫിറ്റ്. ഓക്കെ, അങ്ങനെയുള്ള കേസുകളിൽ സ്റ്റെർക്കൂലിയ ടിഞ്ചർ എത്ര ഡ്രോപ്പ് അത് സിവിയറിറ്റി അനുസരിച്ച് 15, 20, 10
നിങ്ങൾ എത്ര ഫ്രീക്വന്റ്, ഇപ്പൊ ഞാൻ കൊടുക്കുന്നത് 10 ഡ്രോപ്സ് എവറി 2 അവർലിയാണ് ഈ ആസ്മ കേസസ്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ഡ്രോപ്സ് 3 times a day. ഓക്കെ ഡോക്ടറെ, നമുക്ക് സമയം ജസ്റ്റ് ഇനി 4 മിനിറ്റേ ഉള്ളൂ ഡോക്ടറെ, സമയം പെട്ടെന്ന് പോയി. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലാവാം. അടുത്ത ക്ലാസ്സിലോട്ട്. ഇനി എന്തെങ്കിലും സംശയം, ഇപ്പൊ ഡോക്ടർ പറഞ്ഞ മെഡിസിൻ എല്ലാം എല്ലാവർക്കും പ്രയോഗിച്ചു നോക്കാം ഓരോ കേസുകൾ വരുമ്പം എന്നല്ലാതെ ഇനി എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ പറയാം. 4 മിനിറ്റ് ഉണ്ട്. ഏതെങ്കിലും മാറാത്ത ചുമയുടെ കാര്യമോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കും എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ആർക്കും ഒന്നും ചോദിക്കാനില്ല. ആർക്കും ഒരു സംശയമില്ല. എന്നാലും എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ സെപ്റ്റംബർ 28-ന് IFPHന്റെ 5 വർഷം തികയുന്ന സെലിബ്രേഷൻ കൊച്ചി താജ് വിവാന്ത ഹോട്ടലിൽ വെച്ചാണ് നടക്കുന്നത്. അതിലെല്ലാവരും പങ്കെടുക്കണം. ഇപ്പോൾ നാളെ വരെ 3000 രൂപയാണ് ഡെലിഗേറ്റ് ഫീ ഉള്ളത്. അതടച്ച് എല്ലാവരും രജിസ്റ്റർ ചെയ്യണമെന്ന് എല്ലാവരെയും അറിയിക്കുകയാണ്. എല്ലാവരും പങ്കെടുക്കുക. ഇതൊരു ഹോമിയോപ്പതിയുടെ ഒരു നല്ല ഒരു നല്ല ഒരു പ്രോഗ്രാം ആയിരിക്കും. അതൊരു വൻ വിജയമാക്കാൻ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ്. ആരും ഒന്നും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല. ഹാൻഡ് റൈസ് ചെയ്യാത്ത സ്ഥിതിക്ക് നമുക്ക് നന്ദി പറയുന്നതിന് ഷഫീഖ് ഡോക്ടറെ ക്ഷണിക്കുകയാണ്. ഒപ്പം തന്നെ ഷഫീഖ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. സാദത്ത് ഡോക്ടർക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നതിന് ഡോക്ടർ ഷഫീഖിനെ ക്ഷണിക്കും. ഡോക്ടർ ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്യണേ. കേൾക്കാം ഡോക്ടറെ. ഡോക്ടറെ ഒരു മിനിറ്റ് ഒന്നുകൂടി എല്ലാവരെയും നമ്മുടെ 28ന്റെ പ്രോഗ്രാം ഒന്ന് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി എല്ലാവരോടും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരും നേരത്തെ തന്നെ നാളെ വരെയാണ് 3000 രൂപ ഡെലിഗേറ്റ് ഫീ ഉള്ളത്. പിന്നെ അത് 3500 മാറുകയാണ്. അവസാന നിമിഷം വരെ ഇരിക്കാതെ എല്ലാവരും നേരത്തെ രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കുക. ഷഫീഖ് ഡോക്ടർക്ക് തുടരാം. ഡോക്ടറുടെ ക്ലാസ് ഒന്നിനൊന്നിനും മെച്ചമാണ്. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ക്ലാസിന്റെ ക്വാളിറ്റിയെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതാണെങ്കിലും ഡോക്ടർ വളരെ നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ നമുക്ക് എടുക്കുന്നതിൽ വളരെ സന്തോഷം. ഇനിയും പുതിയ പുതിയ സബ്ജക്റ്റുകളുമായിട്ട് വരട്ടെ. ഡോക്ടർക്ക് IFPHന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെ പേരിലും അഗീതമായ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ഓക്കെ, നന്ദി ഷഫീഖ് ഡോക്ടർ. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. എന്തായാലും സാദത്ത് ഡോക്ടർക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ടും ഇന്നുണ്ടായിരുന്ന എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാള സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.